RSOയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി മുൻ MLA ശ്രീ അസീസ് സാഹിബ്, പ്രിയപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷൻ, ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള മുൻ മന്ത്രിയും MLAയും സഹപ്രവർത്തകനുമായിട്ടുള്ള KC ജോസഫ് അവറുകൾ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള കക്ഷി നേതാക്കന്മാർ, എല്ലാവരുടെയും പേര് ഞാൻ പറയുന്നില്ല. കക്ഷി നേതാക്കന്മാരായി ഇവിടെ എത്തിയിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട CP ജോണുണ്ട്, അതുപോലെ തന്നെ AV താമരാക്ഷനുണ്ട്, അഡ്വക്കേറ്റ് രാജേന്ദ്ര പ്രസാദ് കൊല്ലം DCC പ്രസിഡന്റ് അവറുകളുണ്ട്, രാഷ്ട്രീയകാര്യ സമിതി AICCയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗമായിട്ടുള്ള ബിന്ദു കൃഷ്ണ അവറുകളുണ്ട്. അങ്ങനെ ധാരാളം ആളുകൾ, വാക്കനാട് രാധാകൃഷ്ണൻ തുടങ്ങിയിട്ടുള്ള ധാരാളം ആളുകൾ ഈ വേദിയിലുണ്ട്. പ്രിയമുള്ള സഹാക്കളെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ കൺവെൻഷന്റെ പ്രത്യേകതയെ സംബന്ധിച്ച് എനിക്ക് മുമ്പ് സ്വാഗത പ്രാസംഗികനും അധ്യക്ഷനും വളരെ വിശദമായി തന്നെ പ്രതിപാദിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത മാസം 26-ാം തീയതിയാണ് നാം പോളിംഗ് ബൂത്തിലേക്ക് പോവുക. വിധി നിർണായകമായ ഒരു കാര്യം തീരുമാനിക്കാൻ വേണ്ടിയാണ്. അത് ഞാൻ സൂചിപ്പിച്ചത്, ഇന്ത്യ രാജ്യം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ. കഴിഞ്ഞ 10 കൊല്ലക്കാലം രാജ്യം ഭരിച്ച നരേന്ദ്രമോദി ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിൻ്റെ ചെയ്തികളെ സംബന്ധിച്ചും കാലികമായി സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണകെടുതിയെ സംബന്ധിച്ചും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം അത് തന്നെയാണ്. പവിത്രമായ ജനാധിപത്യ സംവിധാനത്തിൽ ഒരിക്കൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളെ 5 കൊല്ലം പൂർത്തീകരിക്കുമ്പോൾ അവർക്ക് അനുകൂലമായോ പ്രതികൂലമായോ അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അനുകൂലമായോ വിധിയെടുത്ത് നടത്തുവാൻ ജനങ്ങൾക്ക് നൽകുന്ന അധികാരമാണ്, അവകാശമാണ് ജനാധിപത്യ സംവിധാനത്തിൽ ഈ തെരഞ്ഞെടുപ്പ്. അങ്ങനെ അപൂർവമായി ലഭിക്കുന്ന ഈ സന്ദർഭം വേണ്ടവണ്ണം വിനിയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ നാം ദുഃഖിക്കേണ്ടി വരും. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിന്റെ ഫലമായിട്ടാണ് ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്ന പിണറായി വിജയൻ ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെ ഭരണത്തിന്റെ ഫലമായി ഇന്ന് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുസ്ഥിതികൾ, ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെയാണ് കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ വർഗീയവൽക്കരണം, ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന ഒരു ഗവൺമെന്റ്. കേന്ദ്രം ഭരിക്കുന്ന ഭരണാധികാരികളോട് ഭരണ പരിഷ്കാരമുണ്ടായി ചോദിച്ചാൽ, ഞങ്ങൾ രാമക്ഷേത്രം പണിതില്ലേ, അതാണ് ഭരണ പരിഷ്കാരം. ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെയാണ് ശിലാസ്ഥാനം നടത്തിയത്. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രി ഒരു ക്ഷേത്രത്തിന്റെ സമുദ്ഘാടനത്തിനും ശിലാന്യാസം നടത്താനും പോയതെന്ന കാര്യം നാം ഓർക്കണം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി, ആദരണീയനായ പ്രധാനമന്ത്രി, അദ്ദേഹം ഒരു ക്ഷേത്രത്തിലും പോയിട്ടില്ല, ഒരു സമുദായ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്കും വശംബദ്ധനായിട്ടില്ല. അങ്ങനെയുള്ള ആദരണീയനായ ഒരാൾ രാജ്യം ഭരിച്ച, രാജ്യം കണ്ട ഒരു രാജ്യത്താണ് ഇന്നിപ്പോ പ്രധാനമന്ത്രി
ഭരണപരിഷ്കാരം എന്ന് പറഞ്ഞാൽ ക്ഷേത്രം പണിയുക എന്നതാണ്. ജനക്ഷേമകരമായ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നതല്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ധാരാളം വാഗ്ദാനങ്ങളുമായിട്ടാണ് നരേന്ദ്രമോദി വന്നത്. എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് എന്നതിനെ സംബന്ധിച്ച് ഞാൻ ഓർക്കുമല്ലോ. ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ ബാങ്ക് അക്കൗണ്ടിലും 15 ലക്ഷം രൂപ വീതം വരും. എല്ലാവരും നോറ്റിരുന്നു. നരേന്ദ്രമോദി ജയിച്ചു, 15 ലക്ഷം രൂപ വരുന്നത് നോക്കിയിരുന്നു. പെട്രോളിനും ഡീസലിനും 50 രൂപയ്ക്ക് പെട്രോളും ഡീസലും വിതരണം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു. ഈ 2 പ്രഖ്യാപനം പ്രധാനപ്പെട്ട കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ വാഗ്ദാനമായിരുന്നു. സ്ത്രീ ശാക്തീകരണം, സ്ത്രീകളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിക്കുവാൻ എൻ്റെ ഗവൺമെന്റ് ചെയ്യാവുന്നതെല്ലാം ചെയ്യും. എന്താ ചെയ്തത്? സ്ത്രീകളെ പീഡിപ്പിക്കലും മാനം മര്യാദയായി ജീവിക്കുവാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കലുമാണ് ഈ കഴിഞ്ഞ കാലം ഇത്രയും നടന്നത്. സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വാസ്തവത്തിൽ അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജനങ്ങളെ സമീപിച്ച് വോട്ട് ചോദിക്കുവാൻ എന്ത് അവകാശമാണ്, എന്ത് അധികാരമാണ് അവർക്കുള്ളത്? അവർ നൽകിയ വാഗ്ദാനങ്ങൾ എന്തെങ്കിലും നടപ്പാക്കിയോ? നടപ്പാക്കിയില്ല എന്ന് മാത്രമല്ല, ജനങ്ങ ജീവിതം ദുസ്സഹമായി. പാവങ്ങളിൽ പാവങ്ങളായിട്ടുള്ള തൊഴിലാളികൾ, അവർക്ക് ലഭിച്ചിരുന്ന പാവങ്ങളായിട്ടുള്ള തൊഴിലാളികളും സാധാരണക്കാർക്കും ലഭിച്ചിരുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ, ക്ഷേമ പെൻഷൻ തുടങ്ങിയിട്ടുള്ള പെൻഷനുകളെല്ലാം തന്നെ താറുമാറാക്കി. 20 മാസക്കാലം വരെ, 8 മാസം മുതൽ 20 മാസക്കാലം വരെ പെൻഷൻ കുടിശ്ശികയാണ് വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ 12 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ്. വാർദ്ധക്യകാല പെൻഷനും വിധവാ പെൻഷനും വൈകല്യക്കാരായിട്ടുള്ള അഗതികൾക്ക് ലഭിച്ചിരുന്ന പെൻഷനും ക്ഷേമ പെൻഷൻ ലഭിച്ചിരുന്നയാളിന് 2 പെൻഷൻ ഉണ്ട് എന്ന കാരണത്താൽ 1 പെൻഷനാക്കി വെട്ടിക്കുറച്ചു. ഒരു വിധവയാണ് കശുവണ്ടി തൊഴിലാളി, അല്ലെങ്കിൽ കയർ തൊഴിലാളി, അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളി എങ്കിൽ അവർക്ക് ലഭ്യമായിരുന്ന വിധവാ പെൻഷൻ, ആ വിധവാ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നപ്പോൾ അവരുടെ തന്നെ അംശാദായം കൂടി അടച്ച് ക്ഷേമനിധി ബോർഡുകൾ വഴി ലഭ്യമായിരുന്ന പെൻഷൻ, ലഭ്യമായിരുന്ന ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെട്ടു. അതിന് കാരണം പറഞ്ഞത് ഈ പത്തനംതിട്ട സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ധനകാര്യ വകുപ്പ് മന്ത്രിയായ തോമസ് ഐസക് ബുദ്ധിജീവിയാണല്ലോ. അദ്ദേഹം പറഞ്ഞു, 1 പെൻഷൻ, 1-ലധികം പെൻഷൻ നൽകാൻ പാടില്ല, വാങ്ങാൻ പാടില്ല. അദ്ദേഹം കണ്ടുപിടിച്ചതാണ്. അങ്ങനെ സമസ്ത മേഖലയിലും അഴിമതി, സ്വജനപക്ഷപാതം എന്ന് മാത്രമല്ല, സ്വന്തം മകളുടെയും മകന്റെ സംബന്ധക്കാരുടെയും പേരിലുള്ള അഴിമതി. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലേ ഒരു മുഖ്യമന്ത്രിയുടെ, ധാരാളം മുഖ്യമന്ത്രിമാർ നമുക്കുണ്ടായിട്ടുണ്ട്, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണെന്ന് പറയാം, ഒരു മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ, സ്വന്തം മകൾക്കെതിരെ, സ്വന്തം മകന്റെ സംബന്ധ വീട്ടുകാർക്കെതിരെ അഴിമതി ആരോപണം ഉണ്ടായിട്ടും ഒരു നാണവും മാനവും ഇല്ലാത്ത മുഖ്യമന്ത്രി. അദ്ദേഹം പ്രതികരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആദ്യമൊന്നും കമാന്നൊരു അക്ഷരം മിണ്ടില്ല, കുറച്ച് കഴിയുമ്പോൾ അതിനെ ന്യായീകരിക്കും. ആദ്യം ന്യായീകരിക്കാൻ വരുന്നത് ഞങ്ങളുടെ ഡ്രിൽ മാസ്റ്റർ, ഒരു മാസ്റ്റർ ഉണ്ടല്ലോ, ഗോവിന്ദൻ മാസ്റ്റർ, അദ്ദേഹമാണ് പാർട്ടിയുടെ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി. ഞാൻ ഡ്രിൽ മാസ്റ്റർ എന്ന് പറയുന്ന, അദ്ദേഹം മാസ്റ്റർ എന്ന് പറയുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന ഡ്രിൽ മാസ്റ്ററായിരുന്നു. ഞങ്ങളോടൊപ്പം 2001 MLA ആയിരുന്ന ആളാണ്. അദ്ദേഹമാണ് ഇപ്പോൾ ഇന്നലെ CP ജോൺ ഇവിടെ ചാത്തന്നൂർ നിയമസഭാ മണ്ഡലത്തിലെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തപ്പോൾ പറഞ്ഞ ഒരു വാക്കുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കണക്കെഴുത്തുകാരനാണ് ഈ പാർട്ടി സെക്രട്ടറി. അങ്ങനെ അതംഭവിച്ചിരിക്കുകയാണ്.
അദ്ദേഹം അതിനെ ന്യായീകരിക്കുകയാണ്. ആദ്യമൊക്കെ പറഞ്ഞു, ഞാൻ വീണയെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ വീണയ്ക്ക് മാസപ്പടി കിട്ടുന്നല്ലോ, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഞാനെന്ത് പറയണം എന്ന് ആദ്യം പറഞ്ഞയാൾ പിന്നീട് അതിനെ സംബന്ധിച്ച് ന്യായീകരിക്കുകയാണ് ചെയ്തത്. അത്തരത്തിൽ അഴിമതി ആരോപണം കൊണ്ട് വീർപ്പ് മുട്ടുന്ന, അഴിമതി ആരോപണം കൊണ്ട് പുഴുത്തുനാറിയ ഒരു ഗവൺമെന്റ്, കേരളത്തിലെ ഗവൺമെന്റ്, ആ കേരളത്തിലെ ഗവൺമെന്റിനെതിരെയും കേന്ദ്രം ഭരിക്കുന്ന ഭരണാധികാരികൾ വർഗീയ ഫാസിസ്റ്റ് ഗവൺമെന്റിനെതിരെയും വിധിയെഴുത്ത് നടത്തുവാനുള്ള പ്രബുദ്ധരായ സമ്മതിദായകർക്കുള്ള ഒരു അസുലഭ സന്ദർഭമായിട്ട് നാം കാണണം. ഈ സന്ദർഭം വേണ്ട വിധം വിനിയോഗിച്ചാൽ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഇന്ത്യ രാജ്യത്തൊരു മുന്നണിക്ക് രൂപം നൽകിയിട്ടുണ്ട്. ശ്രീമാൻ രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന ഒരു മുന്നണി, ഇന്ത്യ മുന്നണി. ആ ഇന്ത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അത് കഴിഞ്ഞ് ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിനുതകുന്ന തരത്തിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുവാൻ നാം ഓരോരുത്തരും തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കൊടിക്കുന്ന് സുരേഷിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടെയും കുറേ ആളുകൾ കാണും. എന്ന് പറഞ്ഞാൽ തൊഴിലാളികൾ. അദ്ദേഹം ഒരു സാധാരണക്കാരനാണ്. അദ്ദേഹം ഒരു ജനകീയനായിട്ടുള്ളയാളാണ്. കശുവണ്ടി തൊഴിലാളികളുടെ സമര സംഘടനയുടെ നേതാവാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അടുത്ത കാലത്ത് CM സ്റ്റീവൻ സാറും M ശ്രീധരൻപിള്ളയും ഒക്കെ നേതൃത്വം വഹിച്ചിരുന്ന കശുവണ്ടി തൊഴിലാളി കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് കൊടിക്കുന്നിൽ സുരേഷിനെ തിരഞ്ഞെടുത്തു. വളരെ സ്വാഗതാർഹമായ കാര്യം. പാവങ്ങളായിട്ടുള്ള കശുവണ്ടി തൊഴിലാളികൾ ഏറെയുള്ള ഒരു നിയോജക മണ്ഡലമാണ് ഈ പാർലമെന്റ് മണ്ഡലം. ഈ മണ്ഡലത്തിലുള്ള ഏകദേശം 700-ൽ പരം ഫാക്ടറികൾ ഉള്ളതിൽ ഏകദേശം 300-ൽ പരം ഫാക്ടറികൾ, സ്വകാര്യ ഫാക്ടറികൾ പൂട്ടിക്കിടക്കുകയാണ്. ആകെ 894 കശുവണ്ടി ഫാക്ടറികൾ സംസ്ഥാനത്തുള്ളതിൽ 700-ൽ പരം ഫാക്ടറികൾ സംസ്ഥാനത്ത് പൂട്ടിക്കിടക്കുമ്പോൾ അതിൽ 350-ൽ പരം ഫാക്ടറികൾ ഈ അടൂർ നിയോജക മണ്ഡലത്തിലാണെന്ന് പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഈ ഗവൺമെന്റ് എന്താ ചെയ്തത്? 7 കൊല്ലക്കാലമായല്ലോ. 7 കൊല്ലക്കാലഘട്ടത്തിനിടയിൽ എന്തെങ്കിലും ചെയ്യാൻ, 7 കൊല്ലക്കാലഘട്ടത്തിനിടയിൽ ഈ ഫാക്ടറികൾ തുറപ്പിക്കുവാൻ ഈ ഗവൺമെന്റ് കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞില്ല. ധാരാളം വാഗ്ദാനങ്ങൾ പ്രതിപക്ഷ നേതാവ്, ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് എത്തി. ഞാൻ ദീർഘമായി സംസാരിക്കില്ല. കശുവണ്ടി വ്യവസായ രംഗത്തെ പ്രതിസന്ധിക്ക് പരിഹാരം കാണുവാൻ LDF ഗവൺമെന്റിന്, ഇന്ന് നിലവിലുള്ള LDF ഗവൺമെന്റിന് കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞില്ല. പട്ടിണിക്കാരായ തൊഴിലാളികളെ സംരക്ഷിക്കുവാൻ ഒരു ബദൽ സംവിധാനം ഏർപ്പെടുത്തുവാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല. അങ്ങനെയല്ലായിരുന്നല്ലോ കഴിഞ്ഞ കാലങ്ങളിൽ. കശുവണ്ടി വ്യവസായ രംഗത്ത് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ കശുവണ്ടി വികസന കോർപ്പറേഷൻ ഉണ്ടായി. കശുവണ്ടി വ്യവസായ രംഗത്ത് പ്രതിസന്ധി ഉണ്ടായപ്പോൾ കാപെക്സ് ഉണ്ടായി. പൂട്ടിക്കിടന്ന ഫാക്ടറികൾ ഏറ്റെടുത്ത് പ്രവർത്തിപ്പിച്ചു. ഇന്ന് ഒരു ഫാക്ടറി പോലും ഏറ്റെടുക്കുവാനോ പൂട്ടിയിട്ട ഫാക്ടറി തുറപ്പിക്കുവാനോ കഴിയാത്ത ഒരു ഭരണ സംവിധാനം. അങ്ങനെ തൊഴിലാളികളെ സംബന്ധിച്ച് അവരുടെ നേതൃത്വവും ഏറ്റെടുത്തുള്ള കൊടിക്കുന്നിൽ സുരേഷിനെ യഥാർത്ഥത്തിൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുവാൻ നാം പ്രതിജ്ഞാബദ്ധരാണ്. അതിന് തയ്യാറാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. CMBയുടെ ജനറൽ സെക്രട്ടറി പ്രിയങ്കരനായ ശ്രീ CP ജോൺ, സഖാവ് CP ജോൺ. ബഹുമാനായ അധ്യക്ഷൻ ശ്രീ KC, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഉദ്ഘാടകൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അതുപോലെ തന്നെ 10ാമത്തെ തവണ പാർലമെന്റിലേക്ക് അംഗം നയിക്കുന്ന നിങ്ങളുടെ ജനപ്രതിനിധിയായ കൊടിക്കുന്നിൽ സുരേഷ്, ഞാൻ എല്ലാവരുടെയും പേരുകൾ പറയുന്നില്ല. ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള
ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതാക്കന്മാരെ, മുന്നണിയിലെ കക്ഷികളുടെ നേതാക്കന്മാരെ, ഈ വേദിയിൽ ഈ സദസ്സിൽ സന്നിധരായ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരു നീണ്ട പ്രസംഗത്തിന് പ്രസക്തിയില്ല. ഇത്തവണത്തെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ, നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ എത്രയോ മുൻപ് തന്നെ ഏതാണ്ട് ബൂത്ത് തലത്തിലുള്ള കൺവെൻഷനുകൾ വരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ധാരാളം ദിവസമുണ്ട് എന്നതാണ് നമ്മുടെ മുന്നിൽ പലരും വയ്ക്കുന്ന ഒരു പ്രശ്നം. പക്ഷെ എത്ര ദിവസമുണ്ടെങ്കിലും ആ ദിവസങ്ങളൊന്നും വെറുതെ ഇരിക്കാനുള്ള ദിവസങ്ങളല്ല, മറിച്ച് നമ്മുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുവാനുള്ള ദിവസങ്ങളാണ് എന്ന് ആമുഖമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് 20 മണ്ഡലത്തിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഇന്നലെ ഡേറ്റുകളെല്ലാം പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞു. ഇവിടെ ചില മാധ്യമങ്ങളും അതുപോലെ തന്നെ ചില നിരീക്ഷകന്മാരും ഏതാണ്ട് ഉറപ്പായി. അപ്പൊ അവിടെ വന്നാൽ നമ്മളതിന്റെ കൗണ്ടർ നറേറ്റീവ് പറയേണ്ടത്, നിങ്ങൾ BJP അവിടെ വന്നാൽ ഇവിടെ CAA നടപ്പാക്കില്ല എന്നാണ് ജനങ്ങൾക്ക് കൊടുക്കുന്ന വാക്കെങ്കിൽ, അവിടെ BJP വരാതിരിക്കാനുള്ള പോരാട്ടത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യ അതിനുള്ള ഫൈറ്റാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഫൈറ്റ് നടത്തുമ്പോൾ മറ്റുള്ളവരും, ഇടതുമുന്നണി മാത്രമല്ല പലരും പറയുന്നു, ഇത്തവണ ആ BJPയുടെ ഗവൺമെന്റ് തന്നെ വരും. BJP പറയുന്നു 400 സീറ്റിലേക്ക് NDA 370, അത് കാശ്മീരിലെ 370 വകുപ്പിനെ കൂട്ടി കോറിലേറ്റ് ചെയ്തുകൊണ്ട് 370 BJP, 400 NDA. ഞാനിവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരുപക്ഷെ ഞങ്ങളെക്കാൾ എല്ലാം നന്നായി പ്രസംഗിക്കാൻ, വർത്തമാനം പറയാൻ അറിയുന്നവരാണ്. എന്താണ് ഇന്ത്യയുടെ ചിത്രം? ഇന്ത്യയിൽ ഇന്ന് BJP കാണിക്കുന്ന വെപ്രാളം, BJP കാണിക്കുന്ന പരക്കം പാച്ചിൽ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന യഥാർത്ഥ നിരീക്ഷണം എന്താണ്? BJP അങ്കലാപ്പിലാണ് എന്നതാണ്. BJP അങ്കലാപ്പിലായി കിടന്നോടുകയാണ്. കാരണം BJPക്ക് ഇനി മുന്നോട്ട് പോകാൻ ഇടങ്ങളില്ല. ഉത്തരേന്ത്യയിൽ BJP സാച്ചുറേറ്റഡ് ആണ്. വീട്ടമ്മമാർക്കറിയാം, സാധാരണ കുട്ടികൾക്കും അറിയാം. ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളമെടുത്ത് അതിൽ കുറച്ച് ഉപ്പിട്ടാൽ ആദ്യം പിന്നെ ആ ഉപ്പ് കാണില്ല, ഉപ്പൊക്കെ ലയിച്ചു പോകും. പക്ഷെ 2-3 സ്പൂൺ ഇട്ടാൽ പിന്നെ ഉപ്പ് ലയിക്കില്ല, സാച്ചുറേറ്റഡ് ആയി, പിന്നെ ഉപ്പിന് കയറാൻ സ്ഥലമില്ല. വെള്ളത്തിനകത്ത് ഉപ്പിനും പഞ്ചസാരയ്ക്കുമൊക്കെ കയറിയിരിക്കാനുള്ള ചെറിയ ചെറിയ സുഷിരങ്ങൾ ഉണ്ട് എന്നാണല്ലോ നമ്മൾ പഠിച്ചത്, മോളിക്കൂളുകൾക്കകത്ത്. അതുപോലെ ഉത്തരേന്ത്യയിലെ BJP സാച്ചുറേറ്റഡ് ആണ്, സമ്പൂരിതമാണ്. ആ സമ്പൂരിതമായ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് അവർക്കൊരു മണ്ഡലത്തിലും അധികം സീറ്റ് കിട്ടാൻ പോകുന്നില്ല. അതാണ് യാഥാർത്ഥ്യം, അതാണ് കറക്റ്റായ പൊളിറ്റിക്കൽ നറേറ്റീവ്. എന്താണ് ബംഗാളിലെ സ്ഥിതി? ബംഗാളിൽ ഇപ്പൊ മമതാ ബാനർജി ഒന്ന് വീണു, അതൊന്നും പ്രശ്നമൊന്നുമല്ല. അവിടെയുള്ള 42 സീറ്റിൽ 18 സീറ്റ് BJPയുടെ കയ്യിലാണ്. പക്ഷേ ആ 18 സീറ്റിൽ ഒരു 4-5 സീറ്റ് പിടിക്കാനേ BJP ശ്രമിക്കുന്നുള്ളൂ. ബാക്കി മുഴുവൻ സീറ്റും മമതാ ബാനർജിയുടെ കയ്യിലേക്ക് പോകാനിരിക്കുകയാണ്. അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 34 വർഷം ഭരിച്ചെങ്കിൽ അവർക്കൊരു 34,000 വോട്ട് കിട്ടുന്ന മണ്ഡലം പോലും ഇന്ന് ബംഗാളിലില്ല.
റാലിക്ക് വന്നത് 12 ലക്ഷം ആളുകളാണ് പാറ്റ്നയിൽ. പാറ്റ്നയുടെ ഗാന്ധി മൈതാനം ഒരുപാട് റാലികൾ കണ്ടിട്ടുണ്ട്. പാറ്റ്നയുടെ ഗാന്ധി മൈതാനം കണ്ട ഏറ്റവും വലിയ റാലിയായി BJP വിരുദ്ധ റാലിയാണ് പാറ്റ്നയിൽ നടന്നത്. UP സ്ഥിരം BJPക്ക് എഴുതി കൊടുത്തതാണെന്നാണ് ധാരണ. കാരണം വോട്ടുകൾ വിഭജിതമാണ്. ഒരു ഭാഗത്ത് BSP, മറുഭാഗത്ത് SP, പിന്നെ കോൺഗ്രസ്, BJP അങ്ങനെ കൃത്യമായി ഭിന്നിപ്പിച്ച് വച്ചിരിക്കുകയായിരുന്നു. പക്ഷേ SP കോൺഗ്രസ് അലയൻസ് ഇന്നൊരു വർക്കിംഗ് അലയൻസ് ആയി മാറിയിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ പോലെയല്ല, കൊയിലീഷൻ ഉണ്ടാക്കിയാലും വോട്ട് ട്രാൻസ്ഫർ ചെയ്യില്ല. പക്ഷേ ഇത്തവണ രണ്ടു കൂട്ടരും വോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന അലയൻസിലേക്ക് വന്നിരിക്കുകയാണ്. പഞ്ചാബിലും ഡൽഹിയിലും ആപ്പും കോൺഗ്രസും തമ്മിൽ അലയൻസ് സമ്പൂർണ്ണമാണ്. ഹരിയാനയിൽ BJP തകർന്നു വീഴുകയാണ്. മഹാരാഷ്ട്രയിലും ഇതേപോലെ ഭിന്നിപ്പിച്ചു. പക്ഷേ ആ ഭിന്നതയൊന്നും വലിയ കാര്യമായിട്ട് ഏശിയിട്ടില്ല എന്നതാണ് അവിടെ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെയാണ് ദക്ഷിണേന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ് അതുപോലെ തന്നെ മധ്യപ്രദേശിലും രാജസ്ഥാനിലും നമുക്ക് ഏതാനും സീറ്റുകൾ മാത്രമേ ഇപ്പോഴുള്ളൂ. പക്ഷെ ആരെങ്കിലും പറയുന്നുണ്ടോ മധ്യപ്രദേശിലും രാജസ്ഥാനിലും കോൺഗ്രസ് 1-2 സീറ്റിൽ ഒതുങ്ങാൻ പോകുന്നില്ല? ആരും പറയുന്നില്ല. അവിടെ ഡസൻ കണക്കിന് സീറ്റ് പിടിക്കാൻ പറ്റുന്ന കോൺഗ്രസ് പാർട്ടി അവിടെ ശക്തമാണ്. അങ്ങനെയാണ് പതുക്കെ ദക്ഷിണേന്ത്യയിലേക്ക് വന്ന 129 സീറ്റുകളാ. അവിടെ 20 സീറ്റ് തികയ്ക്കാൻ പോലും BJPക്ക് കഴിയില്ല. മാത്രമല്ല കോൺഗ്രസ് മുൻപത്തെക്കാളും എണ്ണം വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടത്തെ പൊളിറ്റിക്കൽ നെറേറ്റീവ്, ഇവിടത്തെ രാഷ്ട്രീയ കഥനം, ആ കഥനത്തിൽ നാം വീടുതോറും പറയേണ്ടത് നമ്മളൊന്ന് ഉത്സാഹിച്ച് 20 സീറ്റും രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ കൊടുത്താൽ ഒരുപക്ഷെ ഈ BJPയുടെ ഭരണത്തെ അവസാനിപ്പിക്കാനുള്ള കരുത്ത് ഇന്ത്യ മുന്നണിക്കുണ്ട്. ആ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ് ആണ്. അവിടെ കാഴ്ചക്കാരൻ മാത്രമാണ് CPM. ആ മുന്നണി രൂപീകരിച്ചപ്പോൾ ഒരു മെമ്പറെ കൊടുക്കാൻ CPM തയ്യാറായോ? രാഹുൽ ഗാന്ധി നയിക്കുന്ന ഇന്ത്യ മുന്നണി, ആ മുന്നണിയിൽ ഒരു മെമ്പറെ കൊടുക്കാൻ പോലും തയ്യാറാവാത്ത പാർട്ടി ഉണ്ടെങ്കിൽ അത് CPM ആണ്. അതുകൊണ്ട് നമുക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷ് ആരാണ്? കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറഞ്ഞാൽ 27 കൊല്ലം ഇന്ത്യൻ പാർലമെന്റ് അംഗമായിരുന്നു. അദ്ദേഹം മത്സരിക്കുന്നത് ഇപ്പോൾ ജഗജീവൻ റാമിനോടൊക്കെയാണ് മത്സരിക്കുന്നത്. ഇന്നത്തെ ഇന്ത്യൻ പാർലമെന്റിൽ ഇവിടെ നിങ്ങൾ ജയിപ്പിച്ചു വിട്ടാൽ ഏറ്റവും കൂടുതൽ പാർലമെന്റ് അംഗമായ നേതാവായി കൊടിക്കുന്നിൽ സുരേഷ് മാറുകയാണ്. നമുക്ക് സുരേഷ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ചെറുപ്പത്തിലെ സുരേഷ് എന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുള്ള ആളുകളാണ്. പക്ഷെ ഈ സുരേഷ് അല്ല ഡൽഹിയിലെ സുരേഷ്. ഡൽഹിയിലെ സുരേഷ് പാർലമെന്ററി പാർട്ടി സെക്രട്ടറി എന്ന് മാത്രമല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അധികായന്മാരോട് തോളുരുമ്മിക്കൊണ്ട് അവരുടെ ഭാഷയിൽ സംസാരിച്ചുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ നിർണായക ഘടകമായ SC/ST വിഭാഗത്തിന്റെ പ്രതീകമായി ഇന്ത്യയുടെ ക്യാബിനറ്റിൽ ഇരിക്കേണ്ടയാളാണ് സുരേഷ്. അതാണ് ക്യാബിനറ്റിൽ ഇവിടത്തെ ഈ മണ്ഡലത്തിന്റെ പ്രാധാന്യം, മാവേലിക്കര മണ്ഡലത്തിന്റെ പ്രാധാന്യം. ഇവിടെ മത്സരിക്കുന്ന മറ്റു സ്ഥാനാർത്ഥികളെ ഒന്നും ഞാൻ വ്യക്തിപരമായിട്ട് പറയുന്നില്ല. പക്ഷേ അവരൊക്കെ തമ്മിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട് എന്നൊരു നാടൻ വാക്ക് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ നിർത്തുന്നു. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എവിടെ എത്തി? നേരത്തെ അസീസ് സാർ പറഞ്ഞു എവിടേക്കാണ് അവർ പോകുന്നത്. ഒരു കാലഘട്ടത്തിൽ ഇവിടെ അവിയെല്ലാം ഉണ്ട്. ഞാനും അവിയൊക്കെ SFIയും KSUമായിട്ട് ഒരുപാട് അടികൂടെ സ്നേഹിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഞങ്ങൾ കൊണ്ടു നടന്നതാണ് SFI. ഇന്ന് ആ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു ഞാനെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ 10-20 വയസ്സുള്ള കുട്ടികൾ പറയും അയ്യോ ആയിരുന്നോ എന്ന് ചോദിക്കുന്ന സ്ഥിതിയാണ്. അതാ മുരളി ഇരിക്കുന്ന എൻ്റെ ആത്മമിത്രം. ഞങ്ങൾ ഒരുപാട് സംഘർഷ ഭൂമികളിൽ കൂടെ പോയിട്ടുണ്ട്, ചെന്നിത്തലയും ഞാനും മുരളിയും ഒക്കെ. പക്ഷേ ഇന്ന് SFI ഇങ്ങനെ ഒരു SFI, ഞാൻ സീതാറാം യെച്ചൂരിയോട് പറയട്ടെ, ഞങ്ങൾ രണ്ടുപേരും വൈസ് പ്രസിഡന്റുമാരായിരുന്നു. അഖിലേന്ത്യാ തലത്തിൽ ഒരുമിച്ചായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം പിന്നെ പ്രസിഡന്റും ഞാൻ വൈസ് പ്രസിഡന്റുമായി. യെച്ചൂരിയോട് പറയട്ടെ, ദയവായി കേരളത്തിലെ SFIയെ ഒന്ന് പിരിച്ചുവിട്ട് തന്നാൽ നമ്മുടെ കുട്ടികൾക്ക് കോളേജിൽ പോവാം. അതാണ് ഇന്നത്തെ SFIയുടെ സ്ഥിതി. കുട്ടികളെ തല്ലിക്കൊല്ലുന്നു. വീട്ടിൽ നിന്ന് വിടുന്ന കുട്ടികളെ അവിടെ ചാട്ടവാർ ഉപയോഗിച്ച് അടിച്ചടിച്ച് ചവിട്ടി കൊല്ലുകയാണ്, വെട്ടിക്കൊല്ലുകയല്ല.
എന്താണ് സിദ്ധാർത്ഥന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്? സിദ്ധാർത്ഥന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടിട്ട് ഡോക്ടർമാർ കരയുന്നു. അവർ പറയുന്നു ഈ കുട്ടിയെ കെട്ടിത്തൂക്കേണ്ട കാര്യമില്ലായിരുന്നു. ഏതാനും മണിക്കൂർ കഴിഞ്ഞാൽ ഇന്റേണൽ ഇഞ്ചറി കൊണ്ട് വയറിലെ ആമാശയവും അതുപോലെ തന്നെ കിഡ്നിയും ലിവറും എല്ലാം കലങ്ങി, പാൻക്രിയാസും ഒക്കെ ഒന്നായി. ഒരു തുള്ളി വെള്ളമില്ല. നിർജ്ജലീകരണം എന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെ 3 ദിവസം ഒരു കുട്ടിയായിട്ട് ഭേദിപ്പിച്ചു കൊന്നു. ആരാണ് ആ കുട്ടി? ഒരു പാത്രമുണ്ടാക്കുന്ന മൺപാത്ര നിർമ്മാണത്തിന്റെ സമുദായത്തിൽ നിന്ന് വരുന്ന ഒരു പാവപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായത്തിൽ നിന്ന് വരുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിയെ നിങ്ങൾ ചവിട്ടിക്കൊന്നു. എന്താണ് കേരളത്തിൽ നടക്കുന്നത്? അവിടെയാണ് കൊടിക്കുന്നിൽ സുരേഷന്റെ പ്രസക്തി. എന്താണ് വണ്ടിപ്പെരിയാറിൽ നടന്നത്? 6 വയസ്സുള്ള കുഞ്ഞിനെ ബലാത്സംഗം ചെയ്ത പ്രതിയെ നിങ്ങൾ രക്ഷപ്പെടുത്തി കൊടുത്തു. ഞാൻ മിനിഞ്ഞാത് വാളയാറിൽ പോയിരുന്ന വാളയാറിലെ അമ്മ, അവരുടെ പേര് ഒരു ഐറണിയാണ്, ഭാഗ്യവതി എന്നാണ് അവരുടെ പേര്. ആ അമ്മയുടെ പേര് ഭാഗ്യവതി എന്നാണ്. അതാണ് കേരളത്തിലെ ഭാഗ്യവതികളുടെ സ്ഥിതി. അവിടെ CBIക്ക് വിട്ടിട്ട് ഒരു പ്രോസിക്യൂട്ടറെ വെക്കുന്നില്ല. അതാണ് നമ്മുടെ രാധാകൃഷ്ണന്റെ ഭരണം. അപ്പോൾ അവിടെ മധുവിന്റെ അമ്മ വരുന്നു. അവർക്ക് എന്നെ അറിയാം. അവർ സഹോദരിയും വന്നു. മല്ലികയും സരസയും എന്റെ കൂട്ടുകാരെ പോലെ പരിചയമുണ്ട്. ഇപ്പോൾ അവര് വരുന്നു. മല്ലികയും സരസയും ഭാഗ്യവതിയും ഒരു പന്തലിൽ വന്നിരിക്കുന്നു. എല്ലാവരും മക്കൾ നഷ്ടപ്പെട്ടവരാണ്, സഹോദരൻ നഷ്ടപ്പെട്ടവരാണ്, കുട്ടികൾ നഷ്ടപ്പെട്ടവരാണ്. വണ്ടിപ്പെരിയാർ, വാളയാർ, അട്ടപ്പാടി വെറ്ററിനറി കോളേജ്, ഇതാ നമ്മുടെ വീടിന്റെ നാട്ടിലുള്ള ശ്രീജിത്ത്, വരാപ്പുഴയിലെ ശ്രീജിത്ത് ആള് തെറ്റി പിടിച്ചുകൊണ്ടുപോയി ചവിട്ടിക്കൊന്നു. വയറ്റത്താണ് ചവിട്ടുന്നത്. അങ്ങനെ ഈ നാട്ടിലെ അദ്ദേഹം ഒരു മത്സ്യത്തൊഴിലാളിയാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിലെ കുട്ടികളെ, കുരുന്നുകളെ നിങ്ങൾ ഒന്നുകിൽ ചവിട്ടിക്കൊല്ലുന്നു, അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്യുന്നു. ബലാത്സംഗം ചെയ്തവരെ വെറുതെ വിടുന്നു, അവരെ സംരക്ഷിക്കുന്നു, പരാതിക്കാരന്റെ വീട്ടിൽ കയറി അടിക്കുന്നു. എന്തിനാണ് നാണം കെട്ട ഈ പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ നടക്കുന്നത്? AKGയോ കൃഷ്ണപിള്ളയോ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പിണറായി വിജയനെ തൂണിൽ പിടിച്ചു കെട്ടിയിട്ട് അടിക്കുമായിരുന്നു, മറ്റേ കുട്ടി അടിച്ചതുപോലെ. എന്തിനാണ് നടക്കുന്നത് പിണറായി? എന്തിനാണ് ഒരു MP ഗോവിന്ദൻ? നേരത്തെ സീസാർ പറഞ്ഞില്ല, MP ഗോവിന്ദൻ എന്ന പാർട്ടി സെക്രട്ടറി ഇന്ന് പാർട്ടി സെക്രട്ടറി അല്ല, കണക്കപ്പിള്ളയാണ്. പിണറായി വിജയന്റെ മകൾ ഉണ്ടാക്കിയ കാശിന് കണക്കെഴുതുന്ന, ആ കാശിന് കണക്കെഴുതി കഥ പറയുന്ന ഒരു പാർട്ടി സെക്രട്ടറി. ഈ പാർട്ടിയെ നമ്മൾ എതിർക്കുന്നതിനേക്കാൾ എന്ന് CPMന്റെ അണികൾ വെറുത്തിരിക്കുക. നമ്മൾ എതിർക്കാണ് ചെയ്യുന്നത്, അവര് വെറുത്തിരിക്കുന്നു, അവർക്ക് മതിയായി ഈ പാർട്ടി. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ വലിയൊരു ശുദ്ധീകരണത്തിന്റെ സന്ദർഭമാണ്. ഈ സന്ദർഭത്തിൽ മറ്റു ഞാൻ പറയുന്നില്ല. വലിയ അവസരം നമ്മുടെ മുന്നിലുണ്ട്. ഈ അവസരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വമ്പിച്ച ഒരു പോരാട്ടം നമ്മൾ നടത്തണം. അതിനുവേണ്ടി വരുമ്പോൾ 10ാമത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷ്, നമ്മുടെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഏപ്രിൽ 26 ഏപ്രിൽ 23 10ാമത്തെ ഉദയം. ഇവിടെ 26-ാം തീയതി മറ്റൊരു 10ാമത്തെ ഉദയം ഈ മാവേലിക്കരയിൽ നിന്നുണ്ടാവട്ടെ എന്നാശംസിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും എന്റെയും എന്റെ പാർട്ടി CMPയുടെയും അഭിവാദനം. സമ്മേളനം ഔപചാരികമായി ആരംഭിക്കുകയാണ്. സ്വാഗതം ആശംസിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ കൺവീനർ ശ്രീ കോശിയം കോശിയെ ക്ഷണിക്കുന്നു. യോഗത്തിന്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ മുൻ മന്ത്രി ശ്രീ KC ജോസഫ്
ജില്ലാ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവർ നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ മൃദുല സുരേഷിന്റെ പാർലമെന്റ് തല കൺവെൻഷനാണ് അദ്ദേഹം ആദ്യമായി മത്സരിക്കാൻ പോകുന്നത് 2009-ലാണ്. ഇങ്ങനെ മത്സരിക്കാൻ വരുമ്പോൾ മുതൽ ഇപ്പോൾ 4ാമത്തെ തവണ ഇവിടെ മത്സരിക്കുമ്പോൾ അദ്ദേഹം ഒരു പുതിയ സ്റ്റൈല് അനുബന്ധിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ നടത്തുന്നത്. അതായത് പാർലമെന്റ് കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്താതെ ഡെലിഗേറ്റ്സുകളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് പാർലമെന്റ് കൺവെൻഷൻ നടത്തുകയും പകരം നിയോജക മണ്ഡലം കൺവെൻഷനുകൾ 10,000-5000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പാർട്ടി പ്രവർത്തകരെ ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യത്തോടുകൂടി നടത്തുന്ന ഒരു സ്റ്റൈലാണ് അദ്ദേഹം കഴിഞ്ഞ 4 തവണയായി അനുവർത്തിച്ചു വരുന്നത്. ഇപ്പോൾ ഇവിടെയും നമ്മുടെ പാർലമെന്റ് കൺവെൻഷൻ നിങ്ങൾക്കൊക്കെ അറിയാം, പത്തനാപുരത്ത് നിന്ന് തുടങ്ങി കൈനകരിയിൽ അവസാനിക്കുന്ന ഒരു വലിയ നിയോജക മണ്ഡലമാണ് നമ്മുടേത്. അവിടെ നിന്നെല്ലാം പ്രവർത്തകരെ ഇവിടെ പങ്കെടുപ്പിക്കുക എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് മാത്രമല്ല, അത് വലിയ സാമ്പത്തിക ബാധ്യതയും ഉള്ള കാര്യമാണെന്നുള്ളത് കൊണ്ട് നമ്മുടെ പാർട്ടി കമ്മിറ്റികളെ കൂടുതൽ ബുദ്ധിമുട്ടിൽ ആക്കാതെ വളരെ ലളിതമായ ചടങ്ങോടുകൂടി അദ്ദേഹം പാർലമെന്റ് തല തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തുകയാണ് പതിവ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഇന്ന് നമ്മുടെ പാർലമെന്റ് കൺവെൻഷൻ നടക്കുന്നത്. ബൂത്ത് തലം മുതലുള്ള പ്രവർത്തകർ മാത്രമാണ് ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നത്. ഇവിടെ നമ്മുടെ എതിരായി മത്സരിക്കുന്ന 2 സ്ഥാനാർത്ഥികൾ അവരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സ്ഥാനാർത്ഥികളെ വിമർശിക്കാൻ പാടില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് ചട്ടം. അതുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിയെയും വിമർശിക്കാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുന്നില്ല. പക്ഷേ 2 ഇൻസ്റ്റൻറ്റുകൾ ഇവിടെ സൂചിപ്പിക്കാതെ പോകുന്നത് ശരിയല്ല. ഇവിടെ മത്സരിക്കുന്ന ഒരു മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. മാവേലിക്കര നിയോജക മണ്ഡലത്തിലെ വെട്ടിയാർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കഴിഞ്ഞ 3 മാസക്കാലമായി സമരത്തിലാണ്. ആ സമരം ജില്ലാ കൃഷിത്തോട്ടത്തിൻ്റെ ഒരു മതിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ്. എൻ്റെ വകുപ്പ് മന്ത്രി ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ മന്ത്രിയാണ്. 4.5 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. ആ നടക്കുന്ന പ്രവൃത്തിയിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയുണ്ട് എന്നാക്ഷേപിച്ചുകൊണ്ടാണ് വെട്ടിയാർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അവിടെ സമരം നടത്തി വരുന്നത്. കേവലം ഒരു വികസന പ്രവർത്തനത്തിൽ നമുക്കെതിരായി മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി, ഞങ്ങളതുമായി ബന്ധപ്പെട്ടപ്പോൾ അതിൻ്റെ കോൺട്രാക്ടർ പറഞ്ഞത് ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ആളാണ്. അപ്പോൾ പുള്ളിക്ക് തെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യത്തിലേക്ക് വേണ്ടിയാണ് ഈ വർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് അതിൻ്റെ കോൺട്രാക്ടർ പറഞ്ഞത്. ഇപ്പം നമ്മുടെ നാട്ടിലെ ഒരു പ്രവൃത്തിക്ക് ഇതാണ് അനുഭവമെങ്കിൽ ഒരു ജനപ്രതിനിധി ആയാൽ എന്തായിരിക്കും നമ്മുടെ നിയോജക മണ്ഡലത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിന് ഒരു സൂചന ഞാനിവിടെ തന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മറ്റൊരു സ്ഥാനാർത്ഥിയുടെ വിശേഷം പറഞ്ഞാൽ, ബഹുമാനപ്പെട്ട നമ്മുടെ പ്രതിപക്ഷ നേതാവിനെതിരായി നമ്മുടെ ദേശത്തിൻ്റെ സമ്പത്ത് കുമിഞ്ഞും കൂട്ടി വച്ചിരിക്കുന്ന PV അൻവർ എന്ന് പറയുന്ന MLA ഒരു ആരോപണം ഉന്നയിക്കുകയുണ്ടായി.
ആരോപണമെന്ന് പറയുന്നത് 150 കോടി രൂപ കോഴിക്കോട്ടു നിന്ന് അദ്ദേഹം കൈക്കൂലിയായി മേടിച്ചു. അത് ആംബുലൻസെ കയറ്റി കേരളത്തിൽ കൊണ്ടുവന്നു. ഉടനെ തന്നെ അദ്ദേഹം ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരിച്ച് കർണാടകത്തിലേക്ക് കൊടുത്തുവിട്ടു എന്നാണ് PV അൻവർ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പറഞ്ഞത് ഇത് കേട്ടപ്പോൾ എനിക്ക് ചിരിക്കണോ അതോ കരയണോ എന്നാണ് ഒരു വികാരം തോന്നിയത് എന്ന് പറഞ്ഞതുപോലെ NDAയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ സത്യത്തിൽ എനിക്ക് തോന്നിയതും അതുപോലാണ്. ചിരിക്കണോ അതോ കരയണോ എന്നാണ്. 2016 UDFൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു. ആ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ കൺവീനർ ഞാനായിരുന്നു. അന്ന് തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണുന്ന കേന്ദ്രത്തിൽ നിന്ന് ഇറങ്ങി ഓടിയതാണ്. പിന്നെ ഞാൻ കേൾക്കുന്നത് കേരള കോൺഗ്രസ് എമ്മിൽ ചേർന്നു എന്നാണ്. അത് കഴിഞ്ഞ് 2 ആഴ്ചയ്ക്ക് മുമ്പ് വേറൊരു പാർട്ടിയിൽ ചേർന്നു എന്ന് പറഞ്ഞു. അപ്പോഴേ നമുക്ക് മണത്തു ഈ പുള്ളി സ്ഥാനാർത്ഥിയായി വരാൻ പോവുകയാണ്. ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ കൺവീനറുടെ കയ്യിൽ നിന്നൊരു സ്ഥാനാർത്ഥി ഒളിച്ചോടി പോയാൽ ആ കൺവീനറുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷം ഞാൻ ഇന്നേ വരെ ഈ പുള്ളിക്കാരനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അത്ര പ്രഗത്ഭന്മാരാണ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷിന് എതിരെ മത്സരിക്കുന്നത്. ചില ചാനലുകാർ കൊടിക്കുന്നിൽ സുരേഷിന് എതിരായി സർവേ നടത്തി ഒരു പ്രഖ്യാപനം നടത്തി. ഇടതുപക്ഷത്തിന് അല്പം എഡ്ജുണ്ട് എന്നാണ് ആ ചാനലുകാർ പറയുന്നത്. അവരെ വിമർശിക്കാനൊന്നും ഇനി ഞാൻ തയ്യാറാകുന്നില്ല. പക്ഷേ ഞാൻ പറയുന്നു, റെക്കോർഡ് ഭൂരിപക്ഷത്തോടുകൂടി 1,00,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കരയിൽ ജയിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും നമ്മുടെ എതിർ സ്ഥാനാർത്ഥികൾ ഒരു റൗണ്ട് ഈ നിയോജക മണ്ഡലത്തിൽ അവർ പര്യടനം നടത്തി കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ കലുങ്കുള്ളത് കൊണ്ട് ആ കലുങ്കേ കയറി കുറച്ചു നേരം ഇരുന്ന് വിശ്രമിച്ച് ഈ തെരഞ്ഞെടുപ്പ് 26-ാം തീയതി അവസാനിക്കുന്നവരെ അവർക്ക് കഴിഞ്ഞുകൂടാം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അദ്ദേഹം ഈ നാട്ടിലെ ജനങ്ങൾ നെഞ്ചിലേറ്റിയ സ്ഥാനാർത്ഥിയാണ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. 86% ഹാജറുള്ള ഒരു MP ആണ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. നമ്മുടെ നാട്ടിൽ 2 ഓഫീസുകൾ പ്രവർത്തിക്കുന്നു. ഒന്ന് ചെങ്ങന്നൂരും ഒന്ന് കൊട്ടാരക്കരയും. ഈ 2 ഓഫീസിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട്. നമ്മളൊക്കെ ഈശ്വര വിശ്വാസികളാണ്. നമ്മളോട് ചിലർ ചോദിക്കും, ഈശ്വരനെ ഒന്ന് തൊട്ട് കാണിക്കാമോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും, ഈശ്വരൻ നമ്മുടെ തൂണിലും തുരുമ്പിലുമുണ്ട് എന്ന് പറയുന്നത് പോലെ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് കൊട്ടാരക്കരയുണ്ട്, കൊടിക്കുന്നിൽ സുരേഷ് കുട്ടനാട്ടിലുണ്ട്, ചെങ്ങന്നൂരുണ്ട്, ഈ നിയോജക മണ്ഡലത്തിൽ എവിടെയും ഉണ്ട് എന്നുള്ളതാണ് ഈ നാട്ടിലെ ജനങ്ങൾക്കുള്ള ആശ്വാസം എന്നുള്ളത് സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ കടമയിലേക്ക് ഞാൻ കടക്കുകയാണ്. ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്ന മുൻ മന്ത്രി ശ്രീ KC ജോസഫ് സാറാണ്. AICCയുടെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം ഇവിടെ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കാനായി 1 വർഷക്കാലത്തിന് മുമ്പ് വന്നത്. അദ്ദേഹം ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ മുതൽ നമ്മളെല്ലാം വിളിച്ചുകൂട്ടി ഇതിൻ്റെ പ്രവർത്തനം, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അഘോരാത്രം പ്രയത്നിച്ചിട്ടുള്ള ഒരാളാണ് ശ്രീ KC ജോസഫ് സാർ. നമ്മുടെ നിയോജക മണ്ഡലം കൺവെൻഷനുകളിലെല്ലാം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. മണ്ഡലം തലത്തിലുള്ള കൺവെൻഷനുകളിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്ത് കാലാകാലത്തിലുണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളും അദ്ദേഹം ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും കോൺഗ്രസ് പ്രവർത്തകരെയും UDF പ്രവർത്തകരെയും അറിയിക്കുമായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് വേറെ ചുമതലകൾ കൂടി വന്നതുകൊണ്ട് തൽക്കാലം ആ അദ്ദേഹത്തിനെ ഏൽപ്പിച്ച ചുമതലയിൽ നിന്നും അദ്ദേഹം തൽക്കാലം മാറി ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനായി പ്രവർത്തിക്കാം എന്ന് ഉറപ്പ് നൽകിയാണ് അദ്ദേഹം ഈ യോഗത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. 26-ാം തീയതി വരെയുള്ള തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ശ്രീ KC ജോസഫ് സാറ് തന്നെയായിരിക്കും. അദ്ദേഹത്തിന് പകരമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് മുൻ കോട്ടയം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, KPCCയുടെ ജനറൽ സെക്രട്ടറി, ഇപ്പോൾ KPCCയുടെ നിർവാഹക സമിതി അംഗവും ഒക്കെയായ മികച്ച സംഘാടകനായ ശ്രീ ടോമി കല്ലാനിയാണ്. അദ്ദേഹവും ഇവിടെ എത്തിയിട്ടുണ്ട്. AICCയുടെ കോർഡിനേറ്ററായി അദ്ദേഹമായിരിക്കും ഇനി നമ്മളോടൊപ്പം ഉണ്ടാവുക. യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്ന മുൻമന്ത്രി ശ്രീ KC ജോസഫ് സാറിനെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക്
സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ അവറുകൾ, അദ്ദേഹത്തെ നമുക്കെല്ലാം വർഷങ്ങളായി അറിയാവുന്ന നേതാവാണ്. നിയമസഭയ്ക്കകത്ത് കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്ന MLA-മാർ വളരെ ചുരുക്കമാണ്, പ്രതിപക്ഷ നേതാക്കന്മാർ വളരെ ചുരുക്കമാണ്. പക്ഷേ വി.ഡി. സതീശനെ സംബന്ധിച്ചോളം പ്രതിപക്ഷങ്ങൾ അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങുമ്പോൾ മുതൽ ഞെട്ടിവിറയ്ക്കുകയാണ്. എന്താണ് പറയാൻ വരുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് അവർക്ക് ഭയമാണ്. അങ്ങനെ കേരള നിയമസഭയ്ക്കുള്ളിലും പുറത്തും നമ്മുടെ പാർട്ടിയുടെയും മുന്നണിയുടെയും അഭിമാനമായി മാറിയ ശ്രീ വി.ഡി. സതീശൻ അവരുടെ ആദരപൂർവ്വം ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അനേകം നേതാക്കന്മാരിവിടെ ഉണ്ട്. അതുകൊണ്ട് അവരുടെ ഔദ്യോഗിക സ്ഥാനങ്ങൾ എല്ലാം എടുത്തു പറയാൻ സമയം കിട്ടത്തില്ല. നമ്മുടെ പ്രതിപക്ഷ നേതാവിന് വേറെ അനവധി പരിപാടികളിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഓർഡർ അല്ലാതെ തന്നെ അങ്ങ് വായിക്കുകയാണ്. ശ്രീ M. മുരളി ex-MLA, നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ വർക്കിംഗ് ചെയർമാനാണ്. ശ്രീ A.V. താമരാക്ഷൻ ex-MLA, അദ്ദേഹം JSS-ന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ശ്രീ A.A. അസീസ് ex-MLA, അദ്ദേഹം RSPയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയാണ്. AICC കോർഡിനേറ്ററായി എത്തിച്ചേർക്കുന്ന ശ്രീ ടോമി കല്ലാനി. അതിലൊക്കെ ഉപരി നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തെ നയിച്ച നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ഇപ്പോൾ കുണ്ടറ MLA കൂടിയായ ശ്രീ PC വിശ്വനാഥ് MLA, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ CP ജോൺ CMPയുടെ സംസ്ഥാന സെക്രട്ടറി, മുസ്ലിം ലീഗിൻ്റെ നേതാവ്, അദ്ദേഹം ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി ex-MLA. ശ്രീ രാജേന്ദ്ര പ്രസാദ്, കൊല്ലം DCCയുടെ പ്രസിഡന്റ് ശ്രീ രാജേന്ദ്ര പ്രസാദ്. ശ്രീ VJ ലാലി, കേരള കോൺഗ്രസ് നേതാവ്. ജേക്കബ് എബ്രഹാം, കേരള കോൺഗ്രസ് ജേക്കബ് ജില്ലാ പ്രസിഡന്റ്. ശ്രീ വാക്കനാട് രാധാകൃഷ്ണൻ, കേരള കോൺഗ്രസ് ജേക്കബ് വർക്കിംഗ് ചെയർമാൻ. ശ്രീ സണ്ണിക്കുട്ടി, RSPയുടെ നേതാവ് ശ്രീ സണ്ണിക്കുട്ടി. ശ്രീ ഹനീഫ മൗലവി, മുസ്ലിം ലീഗ് നേതാവ്. ശ്രീ ചിരട്ടക്കോണം സുരേഷ്, കേരള കോൺഗ്രസ് ജേക്കബ് നേതാവ്. ശ്രീ സുരേഷ്, JSS നേതാവ്. ശ്രീമതി ബിന്ദു കൃഷ്ണ, മുൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കൊല്ലം, ഇപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം കൂടിയാണ്. ശ്രീ എബി കുര്യാക്കോസ്, ശ്രീ സുനിൽ P. ഉമ്മൻ, ശ്രീ കുളനട രാജു, ശ്രീ ജിജി പുന്തല, ശ്രീ എരുകോൺ നാരായണൻ ex-MLA, ശ്രീ B. രാജശേഖരൻ, ശ്രീ ഉല്ലാസ് കോവൂർ RSP നേതാവ്, ശ്രീ ശശിധരൻ നായർ, അഡ്വക്കേറ്റ് D. വിജയകുമാർ, ശ്രീ PS രഘുറാം, ശ്രീ തോമസ് കുട്ടി, കേരള കോൺഗ്രസ് ജേക്കബ് നേതാവ്. മറ്റ് ഇവിടെ ഇതിൻ്റെ കേരള കോൺഗ്രസ് നേതാവ് ശ്രീ രാജൻ കണ്ണാട്ട്, ശ്രീ KP ശ്രീകുമാർ, KPCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ KP ശ്രീകുമാർ, ശ്രീ ജോസി സെബാസ്റ്റ്യൻ, KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. അനവധി നേതാക്കന്മാർ, പേരെടുത്ത് പറയേണ്ടവർ ഈ യോഗത്തിന് മുമ്പിൽ. ശ്രീ കുളക്കട രാജു, ശ്രീ ഫ്രാൻസിസ് കല്ലട, ഇങ്ങനെ അനേകം നേതാക്കന്മാർ അവിടെയും ഇവിടെയുമുണ്ട്. എല്ലാവരെയും, ശ്രീ പള്ളത്ത് സുധാകരൻ, ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ നേതാക്കന്മാർക്കും ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കൺവെൻഷൻ്റെ ഉദ്ഘാടകൻ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ, പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP, വേദിയിലുള്ള UDF നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, സുഹൃത്തുക്കളെ, ഞാനൊരു അധ്യക്ഷ പ്രസംഗത്തെ മുതിരുന്നില്ല. നിങ്ങളെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾ കേൾക്കുന്നതിന് വേണ്ടിയാണ് എനിക്കറിയാം.
ഇന്നേക്ക് 40-ാം ദിവസം നമ്മുടെ നാടിൻ്റെ ഭാവിയെ സംബന്ധിച്ച് സുപ്രധാന വിധിയെഴുത്തിന് നാം പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. തെരഞ്ഞെടുപ്പ് പറ്റി എല്ലാം ദീർഘമായി CP ജോണും രണ്ടത്താനും സംസാരിച്ചു ഞാനൊന്നും ആവർത്തിക്കുന്നില്ല. ഇതൊരു കാര്യം മാത്രം പറയാനുള്ളത്, ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ ഭാവി നിർണയിക്കുന്ന സുപ്രധാനമായ വിധിയെഴുത്താണ്. നമ്മളെ സംബന്ധിച്ച് ഒരു ലാസ്റ്റ് ബസ്സാണിത്. ഈ ലാസ്റ്റ് ബസ് മിസ് ചെയ്തു പോയാൽ, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ജനാധിപത്യ സമ്പ്രദായം ഇന്ത്യയിൽ ഉണ്ടാവുമെന്ന് പോലും സംശയിക്കേണ്ട അവസ്ഥയിലാണ് കാര്യങ്ങളുടെ പോക്ക്. ഈ തെരഞ്ഞെടുപ്പിന്റെ വിധിയെഴുത്താണ് ഇന്ത്യയുടെ ഭാവി തീരുമാനിക്കാൻ പോകുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജനാധിപത്യ ഭാരതത്തിൽ ജീവിക്കാനുള്ള അവസരമുണ്ടാകണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ BJP പരാജയപ്പെടണം, നരേന്ദ്രമോദി പരാജയപ്പെടണം, കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണി ഭരണത്തിലേക്ക് തിരിച്ചു വരണം. നരേന്ദ്രമോദി 2 ടേം പൂർത്തിയാക്കുമ്പോൾ ഈ രാജ്യമെന്ന് വലിയ ആശങ്കയിലാണ്. മുൻപൊരിക്കലും ഉണ്ടാകാത്ത വലിയ ആശങ്ക ഈ സമൂഹത്തിൽ പടർന്നു പിടിച്ചിരിക്കുന്നു. നാളെ ഇന്ത്യയുടെ മതേതര മൂല്യങ്ങൾ ഉണ്ടാകുമോ? ഇന്ത്യൻ ഭരണഘടന ഉണ്ടാകുമോ? ജനാധിപത്യ സങ്കല്പങ്ങൾ ഉണ്ടാകുമോ? ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ? ഇതെല്ലാം സംബന്ധിച്ച് വലിയ ആശങ്ക ഇന്ത്യൻ സമൂഹത്തിലുണ്ട്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് നരേന്ദ്രമോദി. ഇലക്ഷൻ കമ്മീഷന്റെ ഘടന മാറ്റി. നേരത്തെ ആണെങ്കിൽ 3 അംഗ സമിതി, പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസും, അവർ തീരുമാനിക്കുന്ന 3 പേരായിരുന്നു കമ്മീഷൻ അംഗങ്ങൾ. എന്തുകൊണ്ട് മാറ്റം വരുത്തി? അടിയന്തരമായി ഓർഡിനൻസ് കൊണ്ടുവന്ന് ആ മാറ്റം വരുത്തി പാർലമെന്റിൽ പെട്ടെന്ന് പാസ്സാക്കിയെടുത്തു. തങ്ങളുടെ ചോൽപ്പടിക്ക് നിൽക്കുന്നവരെ കമ്മീഷനാക്കാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ നിയമത്തിൽ പോലും മാറ്റം വരുത്തി. ഇപ്പൊ 3 പേരെ നിയമിച്ചിട്ടുണ്ട്. 3 പേരും നരേന്ദ്രമോദിയുടെ ആജ്ഞാനുവർത്തികളാണ്. ഇന്നലെ മുതൽ പരിപാടി ചടങ്ങിൽ വന്നു. ഇനി 80 ദിവസം ഈ രാജ്യമാകെ സ്തംഭനാവസ്ഥയിലാണ്. വികസന പ്രവർത്തനം നടക്കാൻ പോകുന്നില്ല. 7 ഫേസായി ഇലക്ഷൻ പ്രഖ്യാപിച്ചു. എന്തിനാണ് 7 ഫേസ് ആക്കുന്നത്? 1 മാസം കൊണ്ട് പൂർത്തിയാക്കാവുന്ന തെരഞ്ഞെടുപ്പ് ഇന്ന് മുതൽ 80 ദിവസം വരെ പെരുമാറ്റച്ചട്ടമുള്ളത് കൊണ്ട് പ്രഖ്യാപനം വരെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം നരേന്ദ്രമോദിയുടെ സൗകര്യം അനുസരിച്ചാണ് ഷെഡ്യൂൾ തീരുമാനിക്കുന്നത്. BJP ആണ് ഷെഡ്യൂൾ തീരുമാനിക്കുന്നത്. പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. BJPക്ക് 3/2 ഭൂരിപക്ഷം ഉണ്ടായാൽ ഇന്ത്യൻ ഭരണഘടന പോലും മാറ്റി എഴുതുമെന്ന് BJPയുടെ MP ആയ അനന്തകുമാർ ഹെഗ്ഡെ പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതെല്ലാം RSSന്റെ മനസ്സിലിരിപ്പാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടിന്റെ ഭാവി, ജനാധിപത്യ ഭാരതത്തിന്റെ ഭാവിയാണ് വിധി എഴുതാൻ പോകുന്നത്. അത് മനസ്സിലാക്കി മുമ്പോട്ട് പോകാനുള്ള ചുമതല നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഒരു കാര്യം കൂടി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, നമ്മുടെ MP, ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും സുപരിചിതനായ, നിങ്ങളെ ഓരോരുത്തരെയും പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന വ്യക്തിബന്ധമുള്ള, ഹൃദയബന്ധമുള്ള നേതാവാണ് പ്രിയപ്പെട്ട ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. മറ്റാരെയും ചെറുതാക്കാണ്. പക്ഷേ പാർലമെന്റ് അംഗം എന്ന് പറഞ്ഞാൽ എന്തായാലും ചോദിച്ചാൽ ശ്രീ കൊടിക്കുന്നിലെ പോലെ ആയിരിക്കണം പാർലമെന്റ് അംഗം. ശ്രീ VD സതീശന്റെ ഒരു പ്രതിപക്ഷ നേതാവിന്റെ ഒരു പ്രസംഗം വൈറലായിരിക്കുകയാണ് സുരേഷിനെ പറ്റിയുള്ള. ഇത്രയേറെ ജനങ്ങളുമായി ഇടുകിച്ചേർന്ന ഒരു പാർലമെന്റ് അംഗം. ഈ പാർലമെന്റ് മണ്ഡലത്തിലെ എല്ലാ സമരങ്ങളിലും ശ്രീ കൊടിക്കുന്നിൽ സാന്നിധ്യം ഉണ്ടായിരുന്നു. റബ്ബർ കർഷകരാണെങ്കിലും, മണിപ്പൂർ വിഷയമാണെങ്കിലും, നെൽകർഷകരാണെങ്കിലും, ഈ നാട്ടിലെ ജനകീയ പ്രശ്നങ്ങളിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഈ നാട്ടിലെ ജനങ്ങൾക്കും UDFനും വലിയ ആവേശം പകർന്ന സംഭവങ്ങളാണ്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ഒരിക്കൽ കൂടെ വിജയിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്.
ഈ നാടിന്റെ ആവശ്യമാണ്. അതിലൂടെ ഇത്തവണ നാം പ്രഖ്യാപിച്ചതുപോലെ 2020 പാർലമെന്റ് സീറ്റും തിരിച്ചു പിടിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലൂടെ ഇന്ത്യ മുന്നണിക്ക് കരുത്ത് പകരാൻ കഴിയണം. അതിനുള്ള മുന്നടക്കമാണ് ഈ കൺവെൻഷൻ. നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായ്മയോടെ മാത്രം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാന്യ പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശനെ ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാന്യനായ അധ്യക്ഷൻ, മുൻ മന്ത്രി കൂടിയായ നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ ശ്രീ KC ജോസഫ്, വേദിയിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതാക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട ഈ നാടിനെ ഹൃദയത്തിലേറ്റിയ, ഈ നാട് ഹൃദയത്തിലേറ്റിയ പ്രിയങ്കരനായ നമ്മുടെ MP ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ രാജ്യവ്യാപകമായി ഒരു വലിയ യുദ്ധത്തിന് പുറപ്പെടുകയാണ്. ഈ യുദ്ധം നമുക്ക് ജയിക്കണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ദേശീയ തലത്തിൽ ഈ വർഗീയ ഫാസിസ്റ്റ് മുന്നണിയെ അധികാരത്തിൽ നിന്ന് ഇറക്കി നമുക്ക് അധികാരത്തിലേറണം. കേരളത്തിൽ അഴിമതി കൊണ്ടും കെടുകാര്യസ്ഥത കൊണ്ടും കേരളത്തിലെ ജനങ്ങളെ കെടുതിയിലാഴ്ത്തിയ പിണറായി സർക്കാരിന് താക്കീത് നൽകാൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നമുക്ക് കൊടുങ്കാറ്റാവണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. കേരളത്തിൽ നമ്മുടെ ലക്ഷ്യം 20-ൽ 20 സീറ്റാണ്. 20-ൽ 20 സീറ്റ്. ഒരു സീറ്റെങ്കിലും ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയും എന്ന് അടച്ചിട്ട മുറിയിലിരുന്ന് പോലും കേരളത്തിലെ ഒരു LDF നേതാവിനും പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു സീറ്റ് ഇത് ഞങ്ങൾ ജയിക്കും എന്ന് പറയാൻ പറ്റുമോ? അടച്ചിട്ട മുറിയിലിരുന്ന് പറയാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു CPM നേതാവിനോ LDF നേതാവിനോ? അത്രമാത്രം വലിയ പോരാട്ടമാണ് കേരളത്തിലെ 20 സീറ്റുകളിൽ നമ്മൾ നടത്തുന്നത്. ഇത് പാർലമെന്റിലേക്കുള്ള, ലോകസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. ഇവിടെ ഞാൻ പറഞ്ഞു, ജനങ്ങളെ ഭിന്നിപ്പിച്ച്, അവരെ ജാതീയമായി മതപരമായി വേർതിരിച്ച്, അവരെ ശത്രുക്കളാക്കി, അതിനു വേണ്ടിയിട്ടുള്ള വിഷവിത്തുകൾ പാകി, അവരെ തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി അധികാരത്തിലേറാൻ ഒരു രാജ്യത്തെ ഭരണകൂടം ശ്രമിക്കുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യപാദത്തിൽ ലോകത്തിലെ ഏകാധിപതികൾ ചെയ്ത അതേ തന്ത്രം ഈ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ നമ്മുടെ രാജ്യത്തൊരു ഭരണകൂടം നടപ്പാക്കാൻ ശ്രമിക്കുന്നു. നമുക്ക് അവരോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ 10 കൊല്ലം അധികാരത്തിലിരുന്നു. ഈ അധികാരം കൊണ്ട് നിങ്ങൾ എന്ത് നേട്ടമുണ്ടാക്കി ജനങ്ങൾക്ക് എന്ന് നിങ്ങൾ എണ്ണി എണ്ണി പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? അതവർക്ക് പറയാനില്ല. അവർ പറയുന്നത് ഈ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയമാണ്. ആദ്യം പ്രാണപ്രതിഷ്ഠ നടത്തി. അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു അത് അയോധ്യയിലെ രാമനല്ല, അത് രാഷ്ട്രീയ രാമനാണ് എന്ന്. അയോധ്യയിലെ രാമനെ ഭക്തജനങ്ങൾ സ്നേഹിക്കും. പക്ഷേ മതത്തെയും രാഷ്ട്രീയത്തെയും കൂട്ടിക്കലർത്തി ആ രാമനെ ഇവരെ യഥാർത്ഥത്തിൽ ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചു. എന്നിട്ടും ശരിയായില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് വീണ്ടും ഭിന്നിപ്പുണ്ടാക്കാൻ പൗരത്വ നിയമവുമായി ഇറങ്ങിയിരിക്കുന്നത്. നേട്ടം, ഒരു ദശാബ്ദക്കാലം ഈ രാജ്യം ഭരിച്ചതിന്റെ നേട്ടമൊന്നും പറയാനില്ല. ഇപ്പൊ പറയുന്നത് മോഡി ഗ്യാരണ്ടി എന്നാണ്. മോഡി ഗ്യാരണ്ടി എന്ന് വെച്ചാൽ മോഡിയുടെ വാക്കാണ്. വാക്കെന്ന് പറഞ്ഞാൽ വാക്കായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ നാട്ടിൻപുറത്ത് എന്ത് പറയും? വാക്കെന്ന് പറഞ്ഞാൽ പഴയ ചാക്കാണെന്ന്, അല്ലേ? നമുക്ക് പരിശോധിക്കാം. 10 കൊല്ലം മുമ്പ് ഈ മോഡി ഈ രാജ്യത്തെ ജനങ്ങൾക്ക് എത്ര ഗ്യാരണ്ടി കൊടുത്തു? നിങ്ങൾ ചോദിക്കണം, വീടുകളിൽ പോയി പറയണം. ആദ്യത്തെ ഗ്യാരണ്ടി പാചകവാതകത്തിന്റെ വില കുറയ്ക്കുമെന്നായിരുന്നു. അന്ന് പാചകവാതകത്തിന്റെ വില 400 രൂപ. ഇപ്പോഴത്തെ പാചകവാതകത്തിന്റെ വില 1200 രൂപ. 300% വില വർധനവ്. അതാണ് ഒന്നാമത്തെ ഗ്യാരണ്ടി. രണ്ടാമത്തെ ഗ്യാരണ്ടി
ഡീസലിന്റെയും പെട്രോളിന്റെയും വില കുറയ്ക്കും. നമ്മൾ അധികാരത്തിലിരുന്നപ്പോഴാണ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന് ഏറ്റവും കൂടുതൽ വിലയുണ്ടായത്. അന്ന് 35 രൂപ 40 രൂപ പെട്രോളിനും ഡീസലിനും. ഇപ്പൊ 100 രൂപ കടന്നുപോയി ഇല്ലേ? 100 രൂപ കടന്നുപോയി. ഇന്നലെ 2 രൂപ കുറച്ച് ഇലക്ഷൻ ആയതുകൊണ്ട് 2 രൂപ 200 പൈസ കുറച്ചു. അപ്പൊ രണ്ടാമത്തെ ഗ്യാരണ്ടി 300% കടന്നുപോയി. മൂന്നാമത്തെ ഗ്യാരണ്ടി കള്ളപ്പണം മുഴുവൻ പിടിച്ച് വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന് നിങ്ങളുടെ എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് 15 ലക്ഷം രൂപ ഇട്ട് തരും. അക്കൗണ്ട് തുറന്ന് നമ്മളെല്ലാം കാത്തിരുന്നു. സത്യത്തിൽ എനിക്കൊരു ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു കിട്ടുമെന്ന്. ആർക്കെങ്കിലും കിട്ടിയോ കേരളത്തിൽ? എൻ്റെ ഒരു സുഹൃത്ത് ഞാൻ ഇന്നലെ പറഞ്ഞു 5 ലക്ഷം രൂപ കടം മേടിച്ചു. കാരണം ഈ 15 ലക്ഷം രൂപ കിട്ടുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ചു. നമ്മളങ്ങനെയാണല്ലോ, പണം കിട്ടുമെന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ കടം മേടിക്കും. കിട്ടിയോ? ആർക്കെങ്കിലും കിട്ടിയോ? മോഡി ഗ്യാരണ്ടി 3ആണത്. മോഡി ഗ്യാരണ്ടി 4 ഉണ്ട്. എന്താണ്? കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കും. കർഷകര് ഹരിയാനയിൽ ഡൽഹിയിലെ അതിർത്തിയിൽ പുറത്ത് അടിയുടെ പാടുമായി നിൽക്കുകയാണ്. അവന്റെ തലയിൽ ഡ്രോണിലാണ് ഗ്രാനേഡ് നിക്ഷേപിച്ചത്. കർഷകരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ഏതെങ്കിലും ഒരു കർഷകന്റെ വരുമാനം ഇരട്ടിയായോ ഈ കാലഘട്ടത്തിൽ? കർഷകൻ അവന്റെ ജീവിതകാലത്തെ ഏറ്റവും ദുരിതപൂർണമായ ഒരു അവസ്ഥയിലൂടെ പോകുന്നു. 5ാമത്തെ ഗ്യാരണ്ടി ഉണ്ട്. എന്താണ്? ഞങ്ങൾ വന്നാൽ തൊഴിലില്ലായ്മ പൂർണ്ണമായി ഇല്ലാതാക്കും. ഇവിടെ കൊടിക്കുന്നിൽ സുരേഷ് വേദിയിലിരിക്കുന്നു. പാർലമെന്റിൽ ഇവരുടെ ചോദ്യങ്ങൾക്ക് മോഡി ഗവൺമെന്റ് കൊടുത്ത മറുപടിയുണ്ട്. ഞാൻ പറയുന്നതല്ല, എന്താ മറുപടി? സ്വാതന്ത്ര്യത്തിന് ശേഷം, കേട്ടോളാം, ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഉണ്ടായത് ഈ കഴിഞ്ഞ 5 വർഷമാണ്. സർക്കാർ തന്ന കണക്കാണ്. ഇതാണ് ഇയാളുടെ 5 ഗ്യാരണ്ടി. അപ്പൊ അത് വാക്കായിരുന്നോ അല്ലെ പഴയ ചാക്കായിരുന്നോ? പഴയ ചാക്കിന്റെ വില പോലും ഇല്ലാത്ത നിലപാടാണ് ഉണ്ടായിരുന്നത്. നമ്മളത് പറയണം, ജനങ്ങളോട് പറയണം. എന്ത് നേട്ടമുണ്ടായി ഇവർ വന്നതിന് ശേഷം? 10 കൊല്ലം മുമ്പ് ഇയാൾ അധികാരത്തിൽ വരാൻ നേരത്ത് അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായ അദാനിയുടെ സ്വത്ത് എത്രയായിരുന്നു? 10 കൊല്ലം കഴിഞ്ഞപ്പോൾ എത്രയാ സ്വത്ത്? 10 ഇരട്ടിയല്ല, 100 ഇരട്ടിയല്ല, 1000 ഇരട്ടിയല്ല, അതിന്റെ അപ്പുറത്തേക്കാണ് വളർന്നത്. ആർക്കാണ് നേട്ടമുണ്ടായത്? ഇപ്പൊ കണ്ടില്ലേ, ഇലക്ട്രൽ ബോണ്ട് ED റെയ്ഡ് ചെയ്യും, CBI റെയ്ഡ് ചെയ്യും. അപ്പൊ ആ വ്യവസായ സ്ഥാപനം ബോണ്ട് മേടിച്ച് BJPക്ക് കൊടുക്കും. നമ്മുടെ പഴയ സാന്റിയാഗോ മാർട്ടിൻ ഓർമ്മയുണ്ടോ? ലോട്ടറിക്കാരൻ കൊടുത്തത് എത്രയാണെന്നറിയാമോ? അയാളെ റെയ്ഡ് ചെയ്തപ്പോ അയാൾ കൊടുത്തത്, ബോണ്ടിന് കൊടുത്തത് 1372 കോടി. നമുക്ക് കോവിഡ് വാക്സിൻ കിട്ടിയല്ലോ. ആ വാക്സിൻ നമുക്ക് നൽകിയ കമ്പനികളെല്ലാം കോടികളാണ് BJPക്ക് സമ്മാനിച്ചത്. രാജ്യത്ത് പണത്തിന് വേണ്ടി വ്യവസായികളെ റെയ്ഡ് ചെയ്ത് അവരെ ഭീഷണിപ്പെടുത്തി അവരിൽ നിന്നും ഈ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ച ഒരു പാർട്ടി ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ, അല്ലെങ്കിൽ ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ കൊടിയ അഴിമതി 11,600 കോടി. 5ഉം 10ഉം കോടിയല്ല, 11,600 കോടി കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങളെ ഉപയോഗിച്ച് ആളുകളെ വരട്ടി ഇലക്ട്രൽ ബോണ്ടിലേക്ക് സംഭാവന വാങ്ങിച്ചവരാണവർ. ആലോചിച്ച് നോക്കി. അവര് അധികാരത്തിൽ ഇരിക്കുമ്പോൾ ആർക്കാണ് സുരക്ഷിതത്വം? ഇപ്പൊ ക്രിസ്മസിന് ക്രിസ്ത്യാനികളുടെ വീട്ടിലേക്ക് സംഘപരിവാറുകാർ കേക്ക് കാട്ട് വന്നു. നല്ല കാര്യം. അവരെന്താ ചെയ്തത്? കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ രാജ്യത്തെ ക്രൈസ്തവ ദേവാലയങ്ങൾ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടു. ക്രിസ്മസ് ആരാധനകൾ പോലും തടസ്സപ്പെടുത്തി. നിരവധി വൈദികരും പാസ്റ്റർമാരും ജയിലുകളിലാണ്. നിങ്ങൾക്കറിയുമോ ഫാദർ സ്റ്റാൻസാമി? അദ്ദേഹത്തിന് പാർക്കിൻസൺ ആയിരുന്നു. കൈ രണ്ടും വിറക്കിയായിരുന്നു. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ പറ്റില്ലായിരുന്നു. അദ്ദേഹം ഒരു സ്ട്രോ ചോദിച്ചു, കൊടുത്തില്ല. പീഡിപ്പിച്ചാണ് ജയിലിൽ കൊന്നത് സംഘപരിവാർ. ആ പാവം മനുഷ്യനെ, വന്ധ്യവയോധികനായ സ്റ്റാൻസാമിയെ പീഡിപ്പിച്ചാണ് കൊന്നത്. അതാണ് അവർ ചെയ്തത്. മണിപ്പൂരിൽ 300 ക്രൈസ്തവ ദേവാലയങ്ങൾ ചുട്ടുകരിച്ചു, മതസ്ഥാപനങ്ങൾ കത്തിച്ചു, മനുഷ്യനെ പച്ചയോടെ തീ കൊളുത്തി, 100 കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെട്ടു.
10,000-കണക്കിന് ആളുകൾ പിഞ്ചു കുഞ്ഞുങ്ങളെയും മാറോടടക്കി പിടിച്ച് ജീവൻ രക്ഷിക്കാൻ പലായനം ചെയ്തു. ഒരു ജനതയെ മുഴുവൻ ഇല്ലാതാക്കാൻ അവർ ശ്രമിച്ചു. എന്താണെന്നറിയാമോ? വംശഹത്യ മാത്രമല്ല, അവിടുത്തെ വലിയ കുന്നുകളിലാണ് ക്രൈസ്തവ ജനവിഭാഗങ്ങൾ പാർക്കുന്നത്, വലിയ മലകളിൽ. അവിടെ നിന്ന് അവരെ ഓടിക്കണം. കാരണം അവിടെ ഭൂമിക്കടിയിൽ നിധിയാണുള്ളത്, മൈനുകൾ. ആ മൈനുകൾ കൊടുക്കാൻ കമ്പനികൾക്ക് ധാരണയായി. അവിടെ നിന്ന് ഓടിക്കണം. ഈ പ്രധാനമന്ത്രി ഈ രാജ്യത്തൊരു സംസ്ഥാനം കത്തിയെരിഞ്ഞപ്പോൾ തൃശ്ശൂരിൽ കല്യാണത്തിന് വന്ന ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്ന് പോയോ? മണിപ്പൂരിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയോ? ഒന്ന് ആശ്വസിപ്പിച്ചോ? ആരാ അവിടെ പോയത്? വെടിയൊച്ചകൾ മുഴങ്ങുന്ന മണിപ്പൂരിന്റെ തെരുവുകളിലൂടെ കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ച് സ്ത്രീകളെ സമാധാനിപ്പിച്ച് അവരെ ആശ്വസിപ്പിച്ച് പോകാൻ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നമ്മുടെ പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി. അവിടെ കോൺഗ്രസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളോടും ഉള്ള കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധിയുടെയും പ്രഖ്യാപനമാണ്: നിങ്ങളുടെ സങ്കടങ്ങളിൽ, നിങ്ങളുടെ ദുരിതങ്ങളിൽ, നിങ്ങളുടെ പ്രയാസങ്ങളിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഈ അധികാരത്തിൽ കോൺഗ്രസ് ഉണ്ടെങ്കിൽ ഇത് നടക്കുമായിരുന്നോ? ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നോ? ഇവിടെ കർണാടകയിൽ മതപരിവർത്തന വിരുദ്ധ നിയമം കൊണ്ടുവന്ന് ക്രൈസ്തവരെ മുഴുവൻ ജയിലിലാക്കിയായിരുന്നു BJP-ക്കാർ. ബാംഗ്ലൂരിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് അവർക്ക് വാക്കുകൊടുത്തു: ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ മതപരിവർത്തന നിയമം വലിച്ചു കീറി അറബിക്കടലിലെറിയുമെന്ന്. ഞാൻ അഭിമാനത്തോടെ പറയുന്നു, സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള കർണാടകയിലെ കോൺഗ്രസ് ഭരണകൂടം അധികാരത്തിൽ വന്ന് 3 ആഴ്ചക്കുള്ളിൽ ഈ മതപരിവർത്തന വിരുദ്ധ നിയമം എടുത്ത് കാട്ടിലെറിഞ്ഞു. അതാണ് കോൺഗ്രസ്. കോൺഗ്രസ് അധികാരത്തിൽ ഇല്ലാത്തതാണ് ഈ രാജ്യത്തെ സങ്കടങ്ങൾക്കും ദുരിതങ്ങൾക്കും കാരണമെന്നുള്ള തിരിച്ചറിവ് ഈ പൗരത്വ നിയമം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ടായിരിക്കുന്നു. ഇനി ഇവർ 3ാമതും അധികാരത്തിൽ വന്നാൽ അവർ ഈ രാജ്യത്തെ ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കി മാറ്റി മറ്റുള്ളവർക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാക്കും. ഹിന്ദുക്കളെയും അവരെ കൈകാര്യം ചെയ്യുന്ന രീതി വേറെയാണ്, അവരുടെ രീതി വേറെയാണ്. ഹൈന്ദവർക്കും ഏറ്റവും ദോഷകരമായ നിലപാടുകൾ എടുക്കുന്നു. അവർ കച്ചവടക്കാരാണ്, കച്ചവടക്കാർ. ഈ രാജ്യത്തെ വിൽക്കാൻ വേണ്ടി വന്നിരിക്കുന്നവരാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊരു 50,000 രൂപ ലോൺ എടുത്താൽ, 5 ലക്ഷം രൂപ ലോൺ എടുത്താൽ 3 മാസം ബാങ്കിലേക്ക് തുടർച്ചയായി തിരിച്ചടച്ചില്ലെങ്കിൽ നിങ്ങളുടെ കിട്ടാക്കടമായി പ്രഖ്യാപിക്കും. NPA, നോൺ പെർഫോമിംഗ് അസറ്റ് ആവും. പിന്നെ ഡെറ്റ് ട്രൈബ്യൂണല്, സർഫാസി ആക്ട്, നിങ്ങളുടെ വീട് കിടപ്പാടം ജപ്തി ചെയ്യും, നിങ്ങളുടെ കൃഷിയിടങ്ങൾ ജപ്തി ചെയ്യും. ശരിയാണോ? നമ്മുടെ എല്ലാവരുടെയും. പക്ഷേ മോഡിയുടെ ഇന്ത്യയിൽ 10,000 കോടി കടമെടുക്കുക, 20,000 കോടി കടമെടുക്കുക, ഒരു പൈസയും തിരിച്ചടയ്ക്കാതെ ലണ്ടനിൽ പോയി താമസിക്കുക, ന്യൂയോർക്കിൽ പോയി താമസിക്കുക, എഴുതി തള്ളും. ഈ 10 കൊല്ലം കൊണ്ട് നിങ്ങൾ അറിയുമോ, 16 ലക്ഷം കോടിയാണ് വലിയ കോർപ്പറേറ്റുകൾ പണം എടുത്തിട്ട് തിരിച്ചടയ്ക്കാത്തത്. ബാങ്കുകൾ അടച്ചുപൂട്ടിപ്പോവും. കേന്ദ്ര ഗവൺമെന്റ് റീഫിനാൻസ് ചെയ്യണം. ഈ പണം എവിടെ നിന്ന് കൊടുക്കും? കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കും. തികയാതെ വന്നപ്പോൾ നെഹ്റുവിന്റെ കാലം മുതലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ചുളുവിലയ്ക്ക് വിറ്റഴിച്ചു. ഇവർ രാജ്യത്തെ വിറ്റഴിക്കും. രാജ്യത്തെ 90% ആളുകളുടെ സ്വത്തിന് തുല്യമാണ് ഇന്ത്യയിലെ 2% ആളുകളുടെ സ്വത്തുക്കൾ. അവർ എന്തുണ്ടാക്കിയാലും അതെല്ലാം വലിയ വ്യവസായികൾക്കും കോർപ്പറേറ്റുകൾക്കും വേണ്ടി മാത്രം ചെയ്യുന്ന കച്ചവടക്കാരുടെ കയ്യിലേക്ക്, വർഗീയവാദികളുടെ കയ്യിലേക്ക് നമ്മുടെ രാജ്യം പോയിരിക്കുന്നു എന്നുള്ള അപകടം നമ്മൾ തിരിച്ചറിയണം. കോൺഗ്രസ് മത്സരിക്കുന്നത്, UDF മത്സരിക്കുന്നത് അവരെ താഴെ ഇറക്കി അധികാരത്തിലിരിക്കാന്. ഇവിടെ ചിലർ മത്സരിക്കുന്നത് പ്രതിപക്ഷത്ത് പോയിരിക്കുകയാണ്. അതിപ്പം അട്ടിമറിക്കുമെന്ന് പറയുന്നു. ആകെ 2 MP-മാരാ കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് ജയിച്ചിട്ടുള്ളത്. അവർ വീണ്ടും മത്സരിക്കുന്നുണ്ട് CPM-ന്റെ തമിഴ്നാട്ടിൽ. അവർ 2 പേരും, വിഷ്ണുവിനറിയാം, അവർ 2 പേരും CPM-ന്റെ 2 തമിഴ്നാട്ടിലെ ലോകസഭാ സ്ഥാനാർത്ഥികൾ. അവരുടെ പടത്തേക്കാൾ വലുതായിട്ട് രാഹുൽ ഗാന്ധിയുടെ പടം അടിച്ചിട്ടാണ് പോസ്റ്റ് ഒട്ടിച്ചിരിക്കുന്നത്. ചോദിച്ചു, രാഹുൽ ഗാന്ധിയുടെ പടം, വലിയ പടം
അടിയിൽ സ്ഥാനാർത്ഥി ഇങ്ങനെ ഇരിക്കുന്ന പടം, CPM കാരൻ അവന് വോട്ട് ചോദിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് ഇപ്പൊ ഞങ്ങൾ അങ്ങ് പോയിട്ട് വേണം പാർലമെന്റ്. എന്ത് ചെയ്യാന്? അത് നമ്മൾ അറിയണം, അത് നമ്മൾ ജനങ്ങളോട് പറയണം. കോൺഗ്രസിന്റെയും UDF-ന്റെയും അംഗങ്ങളുടെ എണ്ണം വേണം നമുക്കവിടെ. നമുക്ക് തിരിച്ചു വരണം അധികാരത്തിൽ. അവിടെ ഫാസിസമാണെങ്കിൽ ഇവിടെ ഫാസിസത്തിന്റെ പതിപ്പാണ് കേരളം ഭരിക്കുന്നത്. അവിടെ അണ്ണൻ, ഇവിടെ തമ്പി. ചെയ്യും സ്വഭാവമാണ്, ഒരു വ്യത്യാസമില്ല. നാടിന്റെ സ്ഥിതി എന്താണ്? കേരളത്തിന്റെ സ്ഥിതി എന്താ? 7 മാസമായി 55 ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടിയിട്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. CCP ജോണിന്റെ 24 മണിക്കൂർ ഉപവാസം തിരുവനന്തപുരത്ത്. 45 ലക്ഷം ക്ഷേമനിധിക്കാർക്ക് പെൻഷൻ കിട്ടിയിട്ടില്ല. അപ്പൊ 1 കോടി ആളുകളുടെ വീട്ടിൽ 1/3 ആളുകളുടെ വീട്ടിൽ ഈ സർക്കാർ ചേർത്ത് പിടിച്ച ജീവിക്കുന്നത്. മരുന്ന് മേടിക്കാൻ കാശില്ല, ഒരു നിവൃത്തിയില്ല. ആശുപത്രിയിൽ പോയാൽ മരുന്നുണ്ടോ? പുറത്തേക്ക് എഴുതി തരും. ഇന്നത്തെ വാർത്ത എന്താ? കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡയാലിസിസ് നിർത്തിവെച്ചു. കിറ്റ് മേടിക്കാൻ കാശില്ല. മരുന്ന് തീർന്നു. മെഡിക്കൽ കോളേജിൽ. സർക്കാർ ആശുപത്രിയിലെ സ്ഥിതി നമുക്കറിയാം. ഇനി കാരുണ്യ കാർഡുമായി സ്വകാര്യ ആശുപത്രിയിൽ പോകാമെന്ന് വെച്ചാൽ ഒരു സ്വകാര്യ ആശുപത്രിയും കാരുണ്യ കാർഡ് സ്വീകരിക്കില്ല. 1500 കോടി കൊടുക്കാനുണ്ട് അവർക്ക്. മാവേലി സ്റ്റോറിൽ പോയി സബ്സിഡി സാധനം മേടിക്കാൻ പോയാൽ മാവേലി സ്റ്റോറിൽ ഒരു സാധനവും ഇല്ല. ജപ്തി നോട്ടീസാണ്. കേരളം മുഴുവൻ ജനങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. അപ്പൊ സർക്കാർ ഒന്ന് താങ്ങി എന്ന് പറഞ്ഞാൽ 2 അർത്ഥമുണ്ട്. ഒന്ന് താങ്ങി പിടിക്കുന്നതുകൊണ്ട്, ഒന്ന് താങ്ങുന്നതുകൊണ്ട്. രണ്ടാമത്തെ താങ്ങലാണ്. ഇത്രയും ബുദ്ധിമുട്ടിക്കുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് 2 പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി, വെള്ളക്കരം കൂട്ടി, ഇന്ധന നികുതി കൂട്ടി, കെട്ടിട നികുതി കൂട്ടി, എല്ലാ സേവനങ്ങളുടെയും ചാർജ് വർദ്ധിപ്പിച്ചു. സാധനം മാവേലി സ്റ്റോറിൽ ഇല്ലെങ്കിൽ എന്താ? മാവേലി സ്റ്റോറിലെ സാധനത്തിന്റെ വില 50% വർദ്ധിപ്പിച്ചു. ഇവർക്ക് എന്താണ്? 50,000 രൂപയിൽ കൂടുതൽ ചെക്ക് പാസ്സാവില്ല. പഞ്ചായത്തുകാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. പുല്ല് വെട്ടിയാ കാശ് കൊടുക്കാനില്ല ട്രഷറിയിൽ. ഓട പണിതാ കാശ് കൊടുക്കാനില്ല ട്രഷറിയിൽ. കുഞ്ഞുങ്ങളുടെ ഉച്ചഭക്ഷണത്തിന് കാശ് കൊടുക്കാനില്ല. ഞാൻ പറഞ്ഞു, എന്താണ്, ഖജനാവിൽ പൂച്ച വെറ്റി കിടക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ ധനകാര്യമന്ത്രിക്ക് വലിയ വിഷമം. ബജറ്റിൽ അതിനുള്ള മറുപടിയൊക്കെ ഉണ്ട്. ഞാൻ പറയാൻ കാര്യം എന്താ? എൻ്റെ വീട്ടിൽ കുറേ പൂച്ചയുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ ഈ പ്രസവിക്കാനുള്ള സമയമാകുമ്പോൾ 2 ദിവസം ഇത് ഓട്ടമാണ്. നമ്മൾ ശ്രദ്ധിക്കുമല്ലോ, നിങ്ങളൊക്കെ ശ്രദ്ധിച്ചാണ്. പൂച്ചയുള്ളവര് പോയി ആരും ചെന്ന് കടന്നില്ലാത്ത സ്ഥലത്ത്, ആരുമില്ലാത്ത സ്ഥലത്ത്, നിശബ്ദമായ സ്ഥലത്ത്, ഒരു പരിപാടിയും ഒരു ആക്ടിവിറ്റിയും നടക്കാത്ത സ്ഥലം കണ്ടുപിടിച്ച് പൂച്ച അവിടെ പ്രസവിക്കും. കേരളത്തിൽ ഇപ്പൊ പൂച്ചയ്ക്ക് പ്രസവിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്ഥലം ഏതാ? ഇവരുടെ ഖജനാവ്. അല്ലാതെ എവിടെയാണ്? അവിടെ എന്തുണ്ടായിട്ടാണ്? എല്ലാം കട്ടുകൊണ്ടുപോയി, എല്ലാം. എന്നിട്ട് ചുമ്മാ ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോ ഒരു ചോദ്യത്തിനും മറുപടി പറയില്ല. എന്തെല്ലാം അഴിമതിയാണ്. BJPയെ വരണ്ട് നിൽക്കുകയാണ്. BJPക്കാർ പേടിപ്പിക്കുക. ED അന്വേഷണം, മാസപ്പടിയിൽ SFIO അന്വേഷണം, കരുവന്നൂരിൽ ED അന്വേഷണം, എല്ലാത്തിന്റെ ഇടയിൽ നിൽക്കുകയാണ്. ഇപ്പൊ BJPയുമായിട്ടുള്ള ബന്ധം അതാണ്. പിണറായി വിജയൻ EP ജയരാജനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. എന്താ? കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് BJP 2ാം സ്ഥാനത്ത് വരുമെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇയാള് NDAയുടെ കൺവീനറാണോ LDFന്റെ കൺവീനറാണോ? കാരണം കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് BJP 2ാം സ്ഥാനത്ത് വരുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അത്രയും സ്ഥലത്ത് LDF 3ാം സ്ഥാനത്ത് പോകുന്നല്ലേ? അല്ലേ അർത്ഥം? അപ്പൊ LDFന്റെ കൺവീനർ തന്നെ പറയാണ്, ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് 3ാം സ്ഥാനത്ത് പോകുന്നു. എന്താ അത് പറയാ? BJP സ്ഥാനാർത്ഥികളെ പുകഴ്ത്തിയാണ്. തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി ബെസ്റ്റാണ്. എന്താ? ഇപ്പോ ഇനി നിങ്ങൾ അന്തർധാര എന്നുള്ള വാക്ക് ഉപയോഗിക്കരുത്, അതൊക്കെ മാറ്റിക്കോ. അത് രഹസ്യമായിരുന്നു നേരത്തെ, ഇപ്പൊ പരസ്യമായി. ഇപ്പൊ കേരളത്തിലെ CPM നേതാക്കളും BJP നേതാക്കന്മാരും കൂടി ബിസിനസ് പാർട്ട്ണർഷിപ്പ് തുടങ്ങി. നമ്മുടെ ചിറ്റപ്പന്റെ റിസോർട്ടില്ലേ വൈദേകം, ആ റിസോർട്ട് ED റെയ്ഡ് നടത്തി. അപ്പൊ തന്നെ ചിറ്റപ്പൻ ഭയങ്കര ബുദ്ധിമാനാ. അപ്പോ തിരുവനന്തപുരത്തെ കേന്ദ്രമന്ത്രി മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനിയുണ്ട്, നിരൺമയ റിസോർട്ട്. അവര് തമ്മിൽ പാർട്ട്ണർഷിപ്പായി. ഇപ്പൊ അതിന്റെ പേര് നിരൺമയ വൈദേകം റിസോർട്ട് എന്നാണ്. അതുപോലെ ഇനി അടുത്ത ഇലക്ഷൻ ആകുമ്പോൾ CPM BJP മുന്നണിയാവും. അത്രയേ ഉള്ളൂ. നിരൺമയ വൈദേകം റിസോർട്ട് ഒരുമിച്ച് പാർട്ട്ണർഷിപ്പ്.
കേന്ദ്ര കമ്മിറ്റി അംഗവും BJPയുടെ കേന്ദ്രമന്ത്രിയും തമ്മിൽ പാർട്ട്ണർഷിപ്പ് ഇന്ന് വെല്ലുവിളിച്ചു. നിഷേധിച്ചില്ല പുള്ളി, നിഷേധിച്ചില്ല. കാരണം നമ്മുടെ കയ്യിൽ എല്ലാ രേഖയും കയ്യിലുണ്ട്. അതിലേക്ക് എത്തി. എന്നിട്ട് പിണറായി വിജയൻ BJPയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി EP ജയരാജനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. എന്താ? മാസപ്പടി അന്വേഷണം തലയ്ക്ക് മീതെ നിൽക്കുക. ഇപ്പൊ കേന്ദ്രത്തിലെ ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യം പറഞ്ഞു. എന്താ ഇലക്ട്രൽ ബോണ്ട്? പേടിപ്പിച്ച ആളിൽ നിന്ന് കാശ് മേടിച്ചു അല്ലേ? ഇവിടെ നടക്കുന്നത് എന്താ? മാസപ്പടി വിവാദം എന്താ? ആലുവയിലെ CMRL കാശ് മേടിച്ചെന്ന് മാത്രമല്ല, 12ഓളം കമ്പനികൾ എക്സാലോജിക് മകളുടെ കമ്പനിയിലേക്ക് പൈസ കൊടുത്തെന്ന ഞങ്ങൾ ചോദിച്ചു. ചോദ്യം, ആ കമ്പനികളുടെ പേര് വിവരം പറയാമോ? സർക്കാർ എന്തെങ്കിലും ആനുകൂല്യം അവർക്ക് ചെയ്തു കൊടുത്തിട്ടാണോ? അല്ലാതെ വെറുതെ പോയി മോളുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടേക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും മക്കളുടെ അക്കൗണ്ടിലേക്ക് പൈസ വരണ്ടേ? അതല്ലല്ലോ. എന്തെങ്കിലും കിട്ടാതെ മോളുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇടുവോ? അപ്പൊ എന്ത് ഫേവറാ നിങ്ങൾ ചെയ്തു കൊടുത്തത്? അപ്പോൾ എവിടെ നിന്നെല്ലാം പണം ഉണ്ടാക്കാൻ പറ്റുമോ അവിടെ നിന്നെല്ലാം പണം ഉണ്ടാക്കും. സ്വർണ്ണക്കള്ളക്കടത്ത് വിവാദം, ലൈഫ് മിഷൻ കേസ്, AI ക്യാമറ. ആ ക്യാമറയുടെ സ്ഥിതി നിങ്ങൾക്ക് അറിയാമല്ലോ. ആ ക്യാമറ നമ്മുടെ കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തും കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയി ഓരോരുത്തരും. ഈ ക്യാമറയിൽ മാത്രം വന്നില്ല. ഈ ക്യാമറയിൽ വന്നില്ല. ഈ ക്യാമറ നിങ്ങളുടെ പോക്കറ്റിലേക്ക് മാത്രമാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതിൽ ഇതുവരില്ല. പിന്നെ K-ഫോൺ, എല്ലാവർക്കും ഫ്രീ ഇന്റർനെറ്റ് കിട്ടിയ മാസപ്പടി. മെഡിക്കൽ, ശൈല ടീച്ചർ അവിടെ പോയി മത്സരിക്കുകയാണ്. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ 1032 കോടി രൂപയുടെ അഴിമതിയാ, കേസാണ്. എവിടെ നിന്നെല്ലാം കമന്ന് വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന അഴിമതിക്കാരാണിവർ. എന്നിട്ടോ അഹങ്കാരത്തിന് വല്ല കുറവുണ്ടോ? ധിക്കാരത്തിന് വല്ല കുറവുണ്ടോ? ക്രിമിനലുകളെ അയച്ചുവിട്ടിരിക്കുകയാണ് കേരളത്തിൽ. നമ്മുടെ കുട്ടികളെ ഇരുമ്പ് വടി കൊണ്ടും ചെടിച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും തല്ലിയപ്പോ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ? രക്ഷാപ്രവർത്തനമാണ്, തുടരണം. അവര് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അവര്. സിദ്ധാർത്ഥന്റെ കൊലപാതകം കണ്ടില്ലേ? ഒരു അച്ഛന്റെയും അമ്മയുടെയും സ്വപ്നമായ മകനെ ക്രൂരമായി ഉപദ്രവിച്ച് തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കാൻ നേരത്തെ ഇവര് അകത്ത് പോയിട്ട് അകത്ത് നിന്ന് ഒരു വിഭാഗം കുറ്റിയിട്ടു. ബാക്കിയുള്ളവർ പുറത്തു നിന്ന് വാതിൽ ചവിട്ടി തുറന്ന് അകത്ത് കയറി. ഇത് ഇവര് തന്നെയാണ്. എന്നിട്ട് കൊന്ന് കെട്ടിത്തൂക്കിയവൻ തന്നെ കെട്ടഴിച്ച് ആശുപത്രി കൊണ്ടുപോയി മരിച്ച ആളെ രക്ഷപ്പെടുത്താൻ. ഈ നാടകം മുഴുവൻ പോലീസ് ഒളിച്ചു വെച്ചു. എനിക്ക് സങ്കടം വന്നത്, നമ്മൾ തളർന്നുപോയത്, ഈ കുഞ്ഞ് അമ്മയെ കാണാൻ വയനാട്ടിൽ നിന്ന് പുറപ്പെട്ടു തിരുവനന്തപുരത്തേക്ക്. കൊച്ചിയിലെത്തിയപ്പോൾ അവന്മാർ വിളിച്ചു, ഇപ്പൊ വന്നേ പറ്റുള്ളൂ. അപ്പൊ ഈ കൊച്ചിനറിയാം തിരിച്ചു ചെന്നാൽ ഉപദ്രവിക്കും, ക്രൂരമായി തല്ലും. ആരെങ്കിലും പോവോ? എന്നിട്ടും ആ കൊച്ചു പോയി. എന്താണെന്നറിയോ? ഇവര് വിളിച്ചിട്ട് അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ പിന്നെ ആ കുഞ്ഞിനെ അവിടെ പഠിക്കാൻ പറ്റില്ല. അവൻ്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെടുന്നത് തന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. താൻ പഠനം തിരിച്ച് നിർത്തി വന്നാൽ എൻ്റെ മാതാപിതാക്കൾക്ക് ഇത് താങ്ങാൻ പറ്റില്ല എന്ന് കരുതി ആ കുഞ്ഞ് അടി കിട്ടുമെന്ന് ഉറപ്പായിട്ടും കൊച്ചിയിൽ നിന്ന് തിരിച്ച് വയനാട്ടിലേക്ക് പോവാൻ. ഭീതിയുടെ ആഴം എത്രയാണെന്ന് നോക്കും നിങ്ങൾ. ഇപ്പൊ ഒരു നൃത്താധ്യാപകൻ, അമ്മയുടെ കരച്ചിൽ കണ്ടില്ലേ? 51 വയസ്സുള്ള ഒരാളെ ഇവന്മാര് മുറിയിൽ കൊണ്ടുപോയി ക്രൂരമായി തല്ലി. ഇവന്റെയൊക്കെ അച്ഛന്റെ പ്രായമുള്ളവനാണ്. അച്ഛന്റെ പ്രായം 51 വയസ്സെന്ന് പറഞ്ഞാൽ ഇവന്റെയൊക്കെ അച്ഛന്റെ പ്രായമുള്ളവനാണ്. ഒരാളെ കൊണ്ടുപോയി മുറിയിലിട്ട് തല്ലുക, ഇടിമുറിയിൽ കൊണ്ടുപോവുക, കുട്ടികളെ ക്രൂരമായി മർദ്ദിക്കുക. അതിനെല്ലാം ഈ പിണറായി വിജയൻ കുടപിടിച്ചു കൊടുക്കുക. നമ്മുടെ കുട്ടികളെ കല്യാശ്ശേരി മുതൽ തിരുവനന്തപുരം വരെ തല്ലിയില്ലേ? എത്ര പേരാ ഞങ്ങൾ സർജറി നടത്തിയത്, ജയിലിലായത്, ആശുപത്രികളിലായത്? ഞാൻ നിങ്ങളോട് പറയാണ്, ഒറ്റ ഒരുത്തിനെയും നമ്മൾ വെറുതെ വിടില്ല. ഒറ്റ ഒരുത്തിനെയും. അതിന്റെ എല്ലാത്തിന്റെയും പുറകെ, ആ ഉദ്യോഗസ്ഥന്മാരുടെ പുറകെ, അത് ചെയ്തവരുടെ പുറകെ നമ്മൾ ഉണ്ടാവും. വിടാൻ പറ്റില്ല നമുക്ക്. ഈ ധിക്കാരികൾക്ക്, ഈ അഹങ്കാരികൾക്ക് താക്കീത് കൊടുക്കാൻ കൂടിയുള്ള അവസരമാണ്. ഇവരെന്തിനാ പാർലമെന്റിൽ പോകുന്നത്? എന്ത് കാര്യത്തിനാണ് പാർലമെന്റിൽ പോകുന്നത്? BJPയെ ഭയന്ന് ജീവിക്കുന്നവർ എന്തിനാണ് പാർലമെന്റിൽ പോകുന്നത്? BJPയെ പേടിയാണ് ഇവർക്ക്. BJPയെ അവര് പേടിപ്പിക്കുക. ചോദിച്ചു നോക്ക്, ജോണിനോട് കരുവന്നൂർ ബാങ്ക് ED അന്വേഷണം നടത്തി. CPM നേതാക്കൾ പ്രധാനപ്പെട്ടവരൊക്കെ ഉണ്ട്, ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. എല്ലാവരുടെയും